ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. പരുമല സെമിനാരിയുടെ മാനേജർ ഔഗൻ റമ്പാൻ, സഹ മാനേജർമാരായിരിക്കുന്ന ജോസഫ് റമ്പാച്ചൻ, അലക്സാണ്ടറച്ചൻ, മാത്തുക്കുട്ടിയച്ചൻ, ക്രിസ്തുവേശുവിൽ അനുഗ്രഹീതരായ സഹോദരങ്ങൾ, തൃത്വനാമത്തിൽ സ്നേഹവന്ദനം. പരിശുദ്ധനായ പരുമല തിരുമേനിയുടെ ശ്രേഷ്ഠ സാന്നിധ്യമുള്ള തിരുശേഷിപ്പിടം കുടികൊള്ളുന്ന ഈ പരിശുദ്ധ ദേവാലയത്തിൽ ഒരുമിച്ചിരുന്ന് സഭയുടെ വിശ്വാസത്തെക്കുറിച്ച് പഠിക്കുന്നതും ധ്യാനിക്കുന്നതും ഒരു ഭാഗ്യകരമായ അവസ്ഥയാണ്. പിതാക്കന്മാരുടെ ജീവിതമെന്ന് പറയുന്നത് അവരുടെ പ്രാർത്ഥനയും അവരുടെ വിശ്വാസവുമായിരുന്നു. ഒരു വ്യക്തിയിൽ വിശ്വാസം നിറയ്ക്കുന്നത് ചില പഠിപ്പിക്കലുകളിലൂടെയോ നിർബന്ധങ്ങളിലൂടെയോ ചില ഗ്രന്ഥങ്ങളുടെ പാരായണത്തിലൂടെയോ ഒന്നുമല്ല. അതതിൻ്റെ ഒരു പ്രാഥമിക തലം മാത്രമാണ്. ഒരു വ്യക്തി വിശ്വാസിയാകണമെന്നുണ്ടെങ്കിൽ എല്ലാ രീതിയിലും ഒരു പരിപൂർണമായ സമർപ്പണം ആവശ്യമുണ്ട്. ഈ ഒരു ലക്ഷ്യത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി പരുമല സെമിനാരിയിൽ ക്രമീകരിച്ചിരിക്കുന്ന ഈ വിശ്വാസ പഠന ക്ലാസ് ലോകമെങ്ങുമുള്ള അനേകർ തത്സമയം അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പല തിരക്കുകൾക്കിടയിലും അതിനുവേണ്ടി സമയം മാറ്റിവെക്കുന്ന അനേകം പേരുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി അതിൻ്റെ രസികത്വത്തെക്കാൾ ഉപരിയായിട്ട് അതിൻ്റെ ആത്മീക സത്തകളിലേക്ക് കടന്നു ചെല്ലുവാനാണ് നമ്മൾ പരിപൂർണമായിട്ട് ശ്രമിക്കേണ്ടത്. വിശ്വാസം പഠിക്കുക എന്ന് പറയുമ്പോഴേ വിശ്വാസം പഠിക്കുന്നതിലൂടെ പ്രത്യേകമായ വാഗ്ദാനങ്ങളൊന്നും സഭ നൽകുന്നില്ല. നീ സഭയുടെ വിശ്വാസം പഠിച്ചതുകൊണ്ട് ഇന്ന് അനുഭവം കിട്ടുമെന്നോ സമ്പത്ത് കിട്ടുമെന്നോ ജോലി കിട്ടുമെന്നോ മറ്റുള്ളവർ അംഗീകരിക്കുമെന്നോ അതല്ല ചില പ്രത്യേക സർട്ടിഫിക്കറ്റുകൾ കിട്ടുമെന്നോ ഇങ്ങനൊന്നും സഭ പഠിപ്പിക്കുന്നില്ല. ഒരു വിശ്വാസ പഠനത്തിലൂടെ പരിശുദ്ധ സഭ അർത്ഥമാക്കുന്നത് അവനവനെ തന്നെ മനസ്സിലാക്കുക എന്നുള്ളത്. നമ്മൾ തിരഞ്ഞെടുക്കേണ്ട വഴി ഏതാണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. നമ്മൾ പറയേണ്ട വാക്കുകൾ എന്തെന്ന് തിരിച്ചറിയുക എന്നുള്ളത്. യഥാർത്ഥത്തിൽ വിശ്വാസ പഠനമെന്ന് പറയുന്നത് അതൊരു വലിയൊരു ഫ്രെയിംവർക്ക് സൃഷ്ടിക്കല. ഫ്രെയിംവർക്ക് എന്ന് വെച്ചാൽ ഒരു ഘടന. ഒരു മനുഷ്യന് വായു ആവശ്യമാണ്, ഭക്ഷണം ആവശ്യമാണ്, പാർപ്പിടം ആവശ്യമാണ്. അതുപോലെ തന്നെ ഒരു വ്യക്തി അവൻ വിശ്വസിക്കുന്ന സമൂഹത്തിൻ്റെയോ സഭയുടെയോ വിശ്വാസം പഠിച്ചിരിക്കുന്നതും ആവശ്യം. വിശ്വാസം അതല്ലേ എല്ലാമെന്ന് അറ്റ്ലസ് ജുവലറിയുടെ പരസ്യത്തിൽ നമ്മൾ കാണാറുണ്ട്. അതൊരു പരസ്യത്തിൻ്റെ ഭാഗമാണ്. വിശ്വാസം അതല്ലേ എല്ലാം. ജീവിതത്തിൽ എല്ലാത്തിൻ്റെയും ഒരു അടിത്തറയാണ് വിശ്വാസം എന്ന് പറയുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ അതിനെല്ലാം ഒരു വിശ്വാസം വേണം. നമ്മളോടൊപ്പമായിരിക്കുന്ന ജീവിത പങ്കാളികൾ, സഹോദരങ്ങൾ, ചാർച്ചക്കാർ, സ്നേഹിതർ, ഗുരുക്കന്മാർ എല്ലാവരോടും ഒരു വിശ്വാസം വേണം. രോഗിയായിരിക്കുന്ന ഒരു വ്യക്തി അവനെ ചികിത്സിക്കുന്ന ഡോക്ടറോട് അതിനുമൊരു വിശ്വാസം വേണം. ഈ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയാണ് ദൈവത്തിൽ നമുക്ക് ദർശിക്കുവാനുള്ളത്. കാരണം മറ്റുള്ളവരിലൊക്കെയുള്ള നമ്മുടെ വിശ്വാസത്തിന് ഒരു നിയന്ത്രണമുണ്ട്. ചില ഭൗതികമായ കാര്യങ്ങളൊക്കെ കാണുമ്പോഴേ നമ്മൾ അതിൽ നിന്ന് പിൻവാങ്ങിപ്പോകും. ഞാൻ അവനെ വിശ്വസിച്ചു, എന്നാൽ ആ വിശ്വാസം എനിക്ക് തിരിച്ചു കിട്ടിയില്ല. എന്നാൽ സഭയുടെ വിശ്വാസ പഠനത്തിലൂടെ സഭ പ്രധാനമായിട്ട് അർത്ഥമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് നമുക്ക് യഥാർത്ഥമായി ഭക്ഷിക്കുവാനുള്ള ഒരു നല്ല ഭക്ഷണം, നല്ല ആഹാരം, അതിനെ പകർന്നു തരുന്ന ഒരു അനുഭവമാണ്. ഒരു നല്ല മരുന്ന്, ഭക്ഷണമുണ്ട്,
മരുന്നുണ്ട്, ശുദ്ധമായ വായുവുണ്ട്. ഇതൊക്കെ വിശ്വാസത്തിൽ നിന്ന്, വിശ്വാസ പഠനത്തിൽ നിന്ന് അനർഗളമായി പ്രവഹിക്കുന്ന ചില ജലങ്ങളാണ്, ധാരകളാണ്. ആ ധാരകളെക്കുറിച്ചുള്ള അന്വേഷണമാണ് നമ്മളുടെ വിശ്വാസത്തിലേക്ക് നമ്മളെ നയിക്കേണ്ടത്. പ്രത്യേകിച്ച് ജലമുള്ള കുളങ്ങൾ, അത് പൊട്ടക്കുളമല്ല. ചില ജലാശയങ്ങളുണ്ട്, അതൊരിക്കലും വറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉറവ അതിങ്ങനെ എപ്പോഴും പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടിരിക്കും. എപ്പോഴും പൊട്ടിപ്പുറപ്പെടുന്ന ചില ഉറവകളുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഉറവകളെ പോലാണ് വിശ്വാസം. നമ്മുടെ ജീവിതത്തിൽ നിരാശ വരുന്നത്, ദുഃഖം വരുന്നത്, അസ്വസ്ഥതകൾ വരുന്നത്, ഇതൊക്കെ ഈ വിശ്വാസത്തിൻ്റെ അഭാവം കൊണ്ട്, ശരിയായ രീതിയിലുള്ള വിശ്വാസത്തിൻ്റെ അഭാവമാണ്. അപ്പൊ ശരിയായ രീതിയിലുള്ള വിശ്വാസം ലോകമെങ്ങും പഠിപ്പിക്കുക എന്നുള്ളത് ഓർത്തഡോക്സിയുടെ ഒരു പ്രത്യേകതയാണ്. ആ ഒരു പഠനത്തിന് വേണ്ടിയാണ് നമ്മൾ തയ്യാറെടുക്കേണ്ടത്. ഇന്ന് ഒന്നാമതായിട്ട് നമ്മളുടെ വിശ്വാസ പഠനത്തിൽ പങ്കുവയ്ക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്ന വിഷയം, ദൈവത്തിൽ ശരണപ്പെടുന്ന ചിന്ത, നമ്മുടെ ധ്യാനങ്ങളെക്കുറിച്ചാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നത്, എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തി. പ്രത്യേകിച്ച് ധ്യാനാത്മകമായ ഒരു പ്രാർത്ഥനാനുഭവം, ഒരു മിസ്റ്റിക് ലൈഫ്, ഇത് ഇന്നത്തെ പോസ്റ്റ് മോഡേൺ ലോകത്തിന് ദഹിക്കാത്തതായ ഒരു ആത്മീയതയാണ്. കാരണമെന്ന് പറയുന്നത്, ഇപ്പോഴത്തെ ആത്മീയത എന്ന് വെച്ചാൽ അവിടെ ശബ്ദമുണ്ടാകണം, അവിടെ പൊട്ടിക്കരച്ചിലുണ്ടാകണം, അവിടെ നിലവിളി ഉണ്ടാകണം, അതിനെന്തെങ്കിലും ഒരു പ്രതിഫലം, ഒരു റിസൾട്ടന്റ് എഫക്റ്റ് ഉണ്ടാകും. ഇന്നത്തെ ആത്മീയതയുടെ പ്രത്യേകത അതാണ്. അതായത് നമ്മൾ പ്രാർത്ഥിക്കുവാണെങ്കിൽ പ്രാർത്ഥിക്കുന്നു എന്ന് മറ്റുള്ളവരെ അറിയണം, മറ്റുള്ളവരത് അംഗീകരിക്കണം, അതിനൊരു പ്രതിഫലം കിട്ടണം. എന്നാൽ ഓർത്തഡോക്സ് പാരമ്പര്യത്തിലുള്ള ധ്യാനാത്മക ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ഞാൻ ആമുഖമായിട്ട് പറയുന്നത്, നീ സ്വർഗത്തിൽ പോകുമെന്ന് വിചാരിച്ചുകൊണ്ട് നീ ദൈവത്തെ സ്നേഹിക്കുകയോ പ്രാർത്ഥിക്കുകയോ വേണ്ട. നരകത്തിൽ പോകുമെന്ന് പേടിച്ചും വേണ്ട. നിനക്ക് പണം കിട്ടുമെന്നോ, നിന്റെ യാചനകൾക്ക് പ്രതിഫലം കിട്ടുമെന്നോ, മറുപടി കിട്ടുമെന്നോ പ്രതീക്ഷിച്ചുകൊണ്ട് നീ പ്രാർത്ഥിക്കരുത്, നീ ധ്യാനിക്കരുത്. നിന്റെ ദൈവം നിനക്ക് ഭൗതികമായിട്ടൊന്നും തന്നില്ലെങ്കിലും ഞാൻ അവനെ സ്നേഹിക്കും, ആ സ്നേഹം കൊണ്ട് ഞാൻ അവനെ ആരാധിക്കും, അവനെ ധ്യാനിക്കും. ആ ഒരു അനുഭവത്തോടു കൂടി മാത്രം പ്രാർത്ഥിക്കുക, ധ്യാനിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു കാര്യം ഒരാളോട് ചോദിച്ചാൽ അതെന്തുവാണെന്ന് ഒരു തവണയും കൂടി റിപ്പീറ്റ് ചെയ്ത് നമ്മളോട് ആ വ്യക്തി, കേൾക്കുന്ന വ്യക്തി ചോദിച്ചാൽ നമുക്ക് അരോചകമാണ്. ഇനി രണ്ടാമത് നമ്മൾ ഒന്നുകൂടെ പറഞ്ഞെന്ന് വിചാരിച്ചു, അല്ല മൂന്നാമത് ഒന്നുകൂടെ പറഞ്ഞെന്ന് വിചാരിച്ചു, നമ്മുടെ ശബ്ദം കണ്ടമാനം ഉയരും, നമ്മളുടെ സംസാരം മുടക്കിലേക്ക് മാറും, തർക്കത്തിലേക്ക് മാറും. നമ്മൾ ആ ശ്രോതാവിനെ അപഹസിക്കും, ചെവി കേൾക്കത്തില്ലയോ എന്ന് ചോദിക്കും, അല്ലെങ്കിൽ നമ്മളെ പരിഹസിക്കുവാണോ എന്ന് ചോദിക്കും. ലോകത്തിൻ്റെ സംസാര ശൈലിയുടെ ഒരു പ്രത്യേകത ഇതാ എന്ന് വെച്ചാൽ, നമ്മൾ പറയുന്ന കാര്യം അത് പെട്ടെന്ന് കേൾക്കുകയും പെട്ടെന്ന് അതിനോട് സംവേദിക്കുകയും ചെയ്യുന്നത്, അതിനെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എനിക്കും നിങ്ങൾക്കും ഇഷ്ടമാണ്. എന്നാൽ നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാലും ചോദിച്ചുകൊണ്ടിരുന്നാലും യാതൊരു മറുപടിയും കിട്ടാതെ ഇരിക്കുകയും, എന്നാൽ മറുപടി കിട്ടിയിട്ടേ ഞാൻ എണീക്കൂ എന്നുള്ള രീതിയിൽ ഇരിക്കുകയും, മനസ്സിനെ വേക്കൻ്റായിട്ട് മാറ്റി ദൈവത്തോടുള്ള സ്നേഹം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവമാണ് ധ്യാനമെന്ന് പറയുന്നത്. ധ്യാനത്തിൽ ഓർക്കേണ്ട കാര്യമാണ്, അവിടെ യാതൊരു ശബ്ദവും വരത്തില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പഴയ കാലത്ത് ഇന്ത്യൻ പശ്ചാത്തലത്തിൽ മുനിമാര് അനേകം നൂറ്റാണ്ടുകളിരുന്ന് ധ്യാനിച്ചതായിട്ടാണ് നമ്മളുടെ പാരമ്പര്യത്തിൽ പഠിപ്പിക്കുന്നത്. അതായത് പാറ ഇടുക്കുകളിലും മലനിരകളിലും മരച്ചുവട്ടിലുമൊക്കെ ഇരുന്നു കൊണ്ട് അനേകം ദിവസങ്ങൾ പ്രാർത്ഥിക്കും. ഭക്ഷണമില്ല, പാനീയമില്ല, ശരീരമാകെ ചലിക്കുന്നത് ശ്വാസോച്ഛ്വാസത്തിന് വേണ്ടി മാത്രമാണ്. മറ്റ് യാതൊരു രീതിയിലുള്ള സംഭാഷണങ്ങളോ ഒന്നുമില്ലാതെ എന്ന് പ്രാർത്ഥിക്കുന്ന അനുഭവം. ആര് സംസാരിക്കാനില്ല, മറുപടി പറയാനില്ല, ചൂടും തണുപ്പും മഴയും മഞ്ഞുമൊക്കെ ശ്രദ്ധിക്കാതിരിക്കുക, ഇഴജന്തുക്കളൊക്കെ അടുത്ത് വരിക, ഇതൊക്കെയെന്ന് വെച്ചാൽ ധ്യാനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പഴയകാലത്ത് ക്രിസ്തീയ പശ്ചാത്തലത്തിൽ, ക്രൈസ്തവ പാരമ്പര്യത്തിൽ, മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിൽ ഇത് അതിശക്തമായ രീതിയിലുണ്ടായിരുന്നു. മരുഭൂമിയിലിരുന്ന് പ്രാർത്ഥിക്കുക,
മരുഭൂമിയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരിക്കലും നമുക്ക് വിശ്വസിക്കാനാവാത്ത അനേകം അത്ഭുത സംഭവങ്ങൾ ആ സമയത്ത് പിതാക്കന്മാരെ കാണേണ്ടതും കേൾക്കേണ്ടതുമായിട്ട് വന്നിട്ടുണ്ട്. പിതാക്കന്മാരുടെ പർദീസ, പാരഡൈസ് ഓഫ് ഹോളി ഫാദേഴ്സ്, അങ്ങനൊരു പൗരാണിക ഗ്രന്ഥം തന്നെ നമ്മുടെ പിതാക്കന്മാർ നമുക്ക് ചമച്ച് നൽകിയിട്ടുണ്ട്. കല്ലാശ്ശേരി ബാവ ആ പുസ്തകം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പിതാക്കന്മാരുടെ പർദീസ എന്ന് പറയുന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഒരിക്കലും ഭൗതികമായ രീതിയിൽ എനിക്കോ നിങ്ങൾക്കോ വിശ്വസിക്കാൻ സാധിക്കാത്തതായ അനേകം സംഗതികൾ പ്രാർത്ഥനയിലൂടെ പിതാക്കന്മാർ കാണുകയാണ്. അവരെ കൊള്ളക്കാർ ആക്രമിക്കാൻ വരുമ്പോൾ ഇവരുടെ പ്രാർത്ഥന കണ്ട് പിൻവാങ്ങുന്നു. ഇവരുടെ നേരെ സർപ്പങ്ങളും ഹിംസ്ര ജന്തുക്കളും അടുത്തു വരുന്നു. ആക്രമിക്കാമെന്ന ജീവജാലങ്ങൾ ഇവരുടെ അടുക്കിലേക്ക് എത്തുമ്പോൾ ഇവരോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുന്നു, സ്നേഹിതരായിട്ട് മാറുന്നു. ഇതൊക്കെ ധ്യാനാത്മക ജീവിതത്തില് നമ്മൾ സ്ഥിരം കാണുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ആത്യന്തികമായ ഒരു തലമെന്ന് പറയുന്നത്, ധ്യാനാത്മകതയിലെ ആത്യന്തികമായ തലമെന്ന് പറയുന്നത്, വിശ്വാസി ദൈവ നിർബന്ധത്താലോ സഹോദര നിർബന്ധത്താലോ പ്രാർത്ഥിക്കാൻ കടന്നു വരുന്നില്ല. അവന്റെ സ്വന്തം ഇഷ്ടപ്രകാരം അവൻ ദീർഘമായ സമയം ദൈവസന്നിധിയിൽ ഇരിക്കുകയും ആ പ്രാർത്ഥിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ അവൻ ഭൗതികമായ കാര്യങ്ങളൊക്കെയും മറക്കുക. പക്ഷേ താൻ പ്രാർത്ഥിക്കാൻ വന്ന വിഷയം ഓർക്കാതെ, അതിനെക്കുറിച്ച് ചിന്തിക്കാതെ, അതിനെക്കുറിച്ച് ഭാരപ്പെടാതെ ദൈവം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മാത്രം കേട്ട് ചെവി ചായ്പിച്ചുകൊണ്ട് മറ്റെല്ലാം മറക്കുന്ന വിശ്വാസിക്ക് അവൻ ആഗ്രഹിക്കുന്നതും അതിനുപരിയുമായിട്ട് ദൈവം ചില അനുഭവങ്ങൾ കൊടുക്കുക. അതാ ധ്യാനത്തിന്റെ പൂർണ്ണത എന്ന് പറയുന്നത്. നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ചില മനുഷ്യരുണ്ട്, അവർ ഭയങ്കരമായിട്ട് അധ്വാനിക്കും. അവർക്ക് കിട്ടുന്ന പണവും അവരുടെ ചുറ്റുപാടുകളുമൊക്കെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി അവർ വിനിയോഗിക്കും. അവർക്ക് ആരോഗ്യം കാണത്തില്ല, വലിയ ബുദ്ധി കാണത്തില്ല. റഷ്യൻ ചർച്ചിലൊക്കെ പറയുന്നത് പോലെ ഹോളി ഫൂൾസിനെ പോലെ അവരിങ്ങനെ നടക്കുകയാണ്. പക്ഷെ അവർക്കും അതിലൊരു സന്തോഷമുണ്ട്. ഇനി ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാല്, പാറമടയിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ വണ്ടിയിലും, അതായത് AC വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്ക്, സുഖസമൃദ്ധിയിൽ ജീവിക്കുന്നവർക്ക്, കൂടുതൽ സാലറി വാങ്ങുന്നവർക്ക് അത് കാണുമ്പോൾ തോന്നും, അയ്യോ ഈ മനുഷ്യർ എന്ത് കഷ്ടപ്പെടുകയാണ്, എന്ത് ദുരിതമായി ഇവർ അനുഭവിക്കുന്നത്, ഇത്ര ദയനീയമായി പോലെ ഇവരുടെ ജീവിതം. ചുമടെടുക്കുന്നവർ കാണും, തോട്ടിപ്പണി ചെയ്യുന്നവർ കാണും, റോഡരികിൽ പണിയുന്നവർ കാണും. ഇവരെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ദുഃഖം തോന്നും. ചിലപ്പോൾ ഇവർ ഒത്തിരി കഷ്ടപ്പെടുകയാണ്. ശരിയാ, അവരൊരു ദിവസം മുഴുവൻ അധ്വാനിച്ചാൽ ഒരു പക്ഷേ 500 1000 രൂപ തികച്ചു കിട്ടത്തില്ല. ഇനി ചിലർക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഒരു വലിയ തുക കിട്ടുകയും ചെയ്യും. അപ്പം നമ്മൾ ഇവരെക്കുറിച്ചൊക്കെ ഓർത്ത് ഭയങ്കരമായിട്ട് പരിതപിക്കും. നമ്മളുടെ മനസ്സിൽ ചിലപ്പോൾ ചിലർക്കറിയാതെ പുച്ഛം പോലും തോന്നും. ഇനി അവരൊക്കെ എന്തെങ്കിലും അഭിപ്രായം കൂടെ പറയുകയാണെങ്കിൽ നമുക്ക് ദേഷ്യവുമാണ്. എന്നാൽ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ചുമടെടുക്കുന്നവനും പാട്ട് പാടും, റോഡരികിൽ പണിയുന്നവനും തിളയ്ക്കുന്ന ടാറിൻ്റെ ഇടയ്ക്ക് കൊടും ചൂടിൽ പണിയുന്നവനും അവനും തമാശമായി, അവനും പൊതുകാര്യങ്ങളിൽ ഇടപെടും. ഏറ്റവും ചുരുങ്ങിയ ശമ്പളവും ജീവിത സാഹചര്യങ്ങളും മാത്രമുള്ളവൻ നമുക്ക് വിശ്വസിക്കുന്നതിനപ്പുറത്ത് വലിയ കാര്യങ്ങൾ ചെയ്യും. മെഡിക്കൽ കോളേജിലെ വെറും ഒരു അറ്റൻഡറായിട്ടും PU തോമസ് എന്ന് പറഞ്ഞ വ്യക്തി നവജീവൻ എന്ന പ്രസ്ഥാനത്തിലൂടെ അനേകം കാര്യങ്ങളാണ് ചെയ്യുന്നത്. വലിയ കോടീശ്വരന്മാർക്കോ സമർത്ഥന്മാർക്കോ ഒന്നും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, യഥാർത്ഥമായി ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി അവനെ തന്നെ മറന്ന് അവന് കിട്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ, ദൈവം ചില വ്യക്തികൾക്ക് മറ്റു ചിലർക്ക് ഇത് കൊടുക്കണം, പ്രയോറിറ്റിയിൽ എൻ്റെ പേര് ഒട്ടുമേയില്ല, ഞാൻ ഏറ്റവും പുറകിലാണ്, എന്നെക്കാളും ആവശ്യക്കാർ ഒത്തിരിയുണ്ട്, ആ രീതിയിൽ ഒരു വലിയ സമർപ്പണം നടത്തും. പിതാക്കന്മാരുടെ പർദീസ എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അൾജേനിയോസ് എന്ന് പറയുന്ന ഒരു സന്യാസ പിതാവ്, അദ്ദേഹത്തിൻ്റെ ധ്യാനാത്മകതയെക്കുറിച്ച് പറയുന്നത്, ഇദ്ദേഹം ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങിക്കഴിഞ്ഞാൽ പൂക്കാത്ത ചെടികൾ പൂക്കുമെന്ന്, കായ്ക്കാത്ത ചെടികൾ കായ്ക്കും, പാടാത്ത കിളികൾ പാടും, പെയ്യാതിരിക്കുന്ന അവസരത്തിലും മഴ പെയ്യും. എന്നാൽ ഇത്രയും അത്ഭുതങ്ങളുണ്ടെങ്കിലും ഈ മനുഷ്യൻ ഒരിക്കൽ പോലും തൻ്റെ കറുത്ത നിറം മാറാനോ തനിക്കുള്ള കൂന് മാറ്റാനോ
ഒരിക്കൽ പോലും പ്രാർത്ഥിച്ചിട്ടില്ല. ഓർത്തോണം, വലിയ അത്ഭുതങ്ങളൊക്കെ ചുറ്റുപാട് സംഭവിക്കും. അദ്ദേഹം എവിടെ ചെന്നാലും അതുപോലെ അത്ഭുതങ്ങൾ സംഭവിക്കും. പക്ഷെ അദ്ദേഹത്തിന്റെ വികൃതമായ രൂപമൊന്ന് മാറി ഒരു സുന്ദരനായി മാറാനോ, അല്ലെങ്കിൽ ആരോഗ്യം കിട്ടാനോ, ബലം കിട്ടാനോ ആ മനുഷ്യൻ ഒരിക്കൽ പോലും ആഗ്രഹിച്ചിട്ടില്ല. ഒരു സംഗീതജ്ഞന്റെ അനുഭവത്തെക്കുറിച്ച്, ബീതോവന്റെ ഗുരുവായിരുന്ന സംഗീതജ്ഞൻ, അദ്ദേഹത്തിന്റെ പേര് രേഖപ്പെടുത്തിയിട്ടില്ല, ബീതോവൻ പിന്നീട് പാടിയിട്ടുള്ളത്. അദ്ദേഹത്തിന് തന്നെ ശാരീരികമായ ബലഹീനതകളുള്ള മനുഷ്യനായിരുന്നു ബീതോവൻ. കാഴ്ചശക്തിയൊക്കെ നഷ്ടപ്പെട്ടവനാണ്. ബീതോവൻ അദ്ദേഹത്തിന്റെ ഗുരുവിനെ കുറിച്ച് പറഞ്ഞത്, എൻ്റെ ഗുരു മനോഹരമായിട്ട് പാടും. അദ്ദേഹത്തിന്റെ സ്വരം കേട്ടാൽ പറന്നു പോകുന്ന കിളികൾ പാടുകയാണെങ്കിൽ അവ നിശബ്ദമായി മാറി എൻ്റെ ഗുരുവിന്റെ പാട്ട് കേൾക്കും. ഏറ്റവും കോപാക്രാന്തനായി ഓടുന്ന വ്യക്തി എൻ്റെ ഗുരുവിന്റെ ഗാനം കേട്ടാൽ വളരെ നിശബ്ദനാകും. ആത്മഹത്യ ചെയ്യാൻ പോകുന്ന വ്യക്തി ഇദ്ദേഹത്തിന്റെ സ്വരം കേട്ടാൽ ഇനിയും ഒരു 100 വർഷം കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കും. ബീതോവൻ പറഞ്ഞതാ. എന്നിട്ട് അദ്ദേഹം ഒരു വാക്കുകൂടെ അതിനോട് ചേർന്ന് പറയുന്നത്, ഇതൊക്കെയാണെങ്കിലും എൻ്റെ ഗുരുവിൻ്റെ വീട്ടിലെ ദാരിദ്ര്യം മാറുന്നതും, അദ്ദേഹത്തിന്റെ ഭാര്യ നല്ലൊരു വസ്ത്രം ഇടുന്നതും, അദ്ദേഹത്തിന്റെ മക്കൾ അദ്ദേഹത്തിന്റെ ആ മക്കളുടെ സഹപാഠികളെ പോലെ സുഖസമൃദ്ധിയിൽ ജീവിക്കുന്നതും ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. അതായത് സംഗീതജ്ഞനായ ബീതോവൻ തന്റെ ഗുരുവിനെ പറ്റി പറഞ്ഞ കാര്യങ്ങളാണ്. ധ്യാനിക്കുന്ന, മനനം ചെയ്യുന്ന എല്ലാ മഹർഷിമാരുടെയും ജീവിതാനുഭവം ഇങ്ങനായിരുന്നു. പ്രാർത്ഥിക്കുന്ന അനുഭവം ഇങ്ങനെ. ആ ധ്യാനത്തിന്റെ പരിപൂർണത നമ്മൾ വെളിവാകുന്നത് കർത്താവിന്റെ ക്രൂശിലാണ്. യഹൂദന്മാര്, ദുഷ്കർമ്മികൾ ചുറ്റും നിന്ന് കർത്താവിനോട് പറയുന്നു, നീ ദൈവമെങ്കിൽ താഴെ ഇറങ്ങി വാ, ഇത്രയും അത്ഭുതങ്ങൾ ചെയ്തവനില്ലയോ, നീ ഇറങ്ങി വാ, ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കാം. നീ താഴേക്ക് ഇറങ്ങി വാ എന്ന് പറഞ്ഞ് തമ്പുരാനെ ഭയങ്കരമായിട്ട് പ്രേരിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആ ചോദ്യം എന്ന് പറയുന്നത് ഒരു ഭയങ്കര ആകർഷണീയതയാണ്. പിതാവിങ്കിലേക്ക് അനേകരെ ആകർഷിക്കാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യനായത്. അവിടെ 100 കണക്കിന് 1000 ആൾക്കാർ കൂടിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ വിശുദ്ധനായ ഐറേനിയസ്, ലയോൺസിലെ ഐറേനിയസിനെ പോലെയുള്ള പിതാക്കന്മാർ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. തമ്പുരാനേറ്റ എല്ലാ പീഡനങ്ങളെക്കാളും, എല്ലാ ദുരിതങ്ങളെക്കാളും, കഷ്ടപ്പാടുകളെക്കാളും ഏറ്റവും വലിയൊരു ട്രാപ്പായിരുന്നു ആ ഒരു ചോദ്യം, ആ ഒരു പറച്ചില്ല. നീ ദൈവപുത്രനെങ്കിൽ നീ ഇറങ്ങി വാ, ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കാം. അവര് അടിച്ചു കയറ്റിയിരുന്ന ആണികൾ ഊതിപ്പറത്താനും, മറ്റൊരു ശക്തമായ ശരീരം പ്രാപിക്കാനും, ബലത്തോടെ ഇറങ്ങി വരാനും തമ്പുരാൻ ഒരു പ്രയാസം പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ ഒരു ട്രാപ്പിനെ അതിജീവിക്കുക എന്ന് പറയുന്നത്, ആ ഒരു ദുഷ്പ്രേരണയെ അതിജീവിക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ ധ്യാനാത്മകതയാണ്. പൊടികളായ മനുഷ്യർ നീ ഇറങ്ങി വാ എന്ന് പറയുമ്പോൾ ഇറങ്ങി വരാൻ കഴിവില്ലാത്തവനെ പോലെ, അത് കേൾക്കാത്തവനെ പോലെ, അവരുടെ ആ വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ യേശു തമ്പുരാൻ കിടന്ന അനുഭവം ഐറേനിയസ് അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, വ്യാഖ്യാനിക്കുന്നുണ്ട്. ആ സമയത്ത് അവന്റെ ചിന്തകൾ എവിടെയായിരുന്നു? ഇത് കേട്ടപ്പോൾ പ്രത്യേകിച്ച് കാവ്യാത്മകമായ രീതിയിൽ അതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഇവൻ എവിടായിരുന്നു? അത് ഒരു ഗാനം പോലെ, പാട്ടുപോലെ എഴുതി വെച്ചേക്കുന്നത്, വളരെ രസകരമായിട്ടാണ് എഴുതി വെച്ചേക്കുന്നത്. അത് കേൾക്കാതെ അവന്റെ ചെവി എവിടെ പോയി? ശക്തി എവിടെ പോയി? അവൻ കേൾക്കാഞ്ഞതും അത് മനസ്സിലാക്കാഞ്ഞതുമല്ല, പക്ഷെ ആ ശ്രദ്ധ മുഴുവൻ തൻ്റെ ആ ഉദ്ദേശം, തൻ്റെ ആ ലക്ഷ്യം, താൻ ഇറങ്ങി വന്നാൽ ഇവർ വിശ്വസിക്കുമെന്നുള്ളതല്ല. യേശു അതിനല്ല പ്രാധാന്യം കൊടുത്തത്. അവിടെ നിൽക്കുന്ന 10-100 പേര് രക്ഷപ്പെടുക എന്നുള്ളതല്ല കർത്താവ് പ്രാധാന്യം കൊടുത്തത്. തന്റെ ക്രൂശമരണത്തിലൂടെ താൻ ഇറങ്ങി വരാതിരിക്കുമ്പോഴും തന്റെ ക്രൂശമരണത്തിലൂടെ രക്ഷപ്പെടുവാൻ ഉദ്ദേശിക്കുന്ന പിതാവാ ദൈവം ഉദ്ദേശിച്ച കോടാനുകോടി ജനങ്ങളുടെ രക്ഷയാണ് അവനാ കണ്ടത്. ഇന്ന് നമ്മളുടെയൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെയാണ്. നമ്മുടെ ധ്യാനം, പ്രാർത്ഥന തെറ്റിപ്പോകുന്നത് ഇവിടെയാണ്. എന്നുവെച്ചാൽ നമ്മുടെ ധ്യാനം അതൊരു പെർവേർട്ടഡായി പോകുന്നതിന്റെ കാരണം എന്താണെന്നറിയാം? ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ വരും. ചിലർ നമ്മളോടും ചോദിച്ചാൽ മതി, നീ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും, ഇത്ര പള്ളിയിൽ പോയിട്ടും, ഇത്ര ധ്യാനം കൂടിയിട്ടും, ക്ലാസ് ഒക്കെ എടുക്കാൻ പോയിട്ടും, അല്ലെങ്കിൽ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടും നിനക്കൊരു സുഖം കിട്ടുന്നില്ലല്ലോ, നീ ഒന്ന് പ്രാർത്ഥിച്ചു കൂടെയോ, അല്ലെ നീ ഒന്ന് ധ്യാനിച്ചു കൂടെയോ, എന്താ നിന്റെ മാത്രം പ്രാർത്ഥന ദൈവം കേൾക്കാത്തത്?
ദൈവം എത്രയോ പേരുടെ പ്രാർത്ഥന കേൾക്കുന്നു. ഇത്തരത്തിലുള്ള അനേകം ചോദ്യങ്ങൾ വരുമ്പോൾ അതിനെ ധ്യാനാത്മകതയോടെ നമ്മൾ ഉൾക്കൊള്ളണം. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ ചില യാചനകൾക്ക് ദൈവം മറുപടി നൽകാതിരിക്കുന്നതിലൂടെ അനേകമായിട്ട് യാചിക്കുന്ന അനേകരെ കൊണ്ട് ദൈവം വ്യർത്ഥമായി യാചിപ്പിക്കാതിരിക്കാനുള്ള അവസരം സൃഷ്ടിക്കുകയാണ്. അതൊന്നുകൂടി വ്യക്തമായിട്ട് ഞാൻ പറയാം. ചിലപ്പം ദൈവം നമ്മളെ ഒരു സാക്ഷികളായിട്ട് നിർത്തുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നറിയാം? ഈ ലോകത്തെല്ലാത്തിനും വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട്. കാര്യമില്ലേലും കാര്യമുണ്ടേലും കരഞ്ഞു വിളിക്കുന്നവരുണ്ട്. ചെറിയ മുറിവ് വന്നാൽ അലച്ചു വിളിക്കുന്നവരുണ്ട്. വലിയ മുറിവ് വന്നാൽ അടക്കി പിടിച്ചിരിക്കുന്നവരുണ്ട്. ദൈവം നമ്മളെ ചില സാക്ഷികളായിട്ട് അവിടെ നിർത്തുന്നത് അതൊരു ധ്യാനാത്മകതയുടെ ഭാഗമാണ്. കാരണം ദൈവം എനിക്ക് മറുപടി നൽകാതിരിക്കുമ്പോൾ പക്ഷെ ഞാൻ സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ സ്ഥിരം പ്രാർത്ഥിക്കുന്നു, എന്നാൽ നിങ്ങളുടെ ചില യാചനകൾക്ക് ദൈവം മറുപടി നൽകുന്നുമില്ല. ആ അവസരത്തിലൂടെ ആവശ്യമില്ലാത്ത യാചനകൾ നടത്തുന്നവരെ കാണിച്ചുകൊണ്ട് ചില സ്പെസിമെനായിട്ട് ദൈവം നമ്മളെ നിർത്തിയേക്കുക. ദൈവം പറയും, നോക്ക്, നീ ആ വ്യക്തിയെ കാണണം, അവനൊരു സാക്ഷിയാണ്. പരിമല തിരുമേനിയൊക്കെ തന്നെ ആ രീതിയിലുള്ള ഒരു വിശുദ്ധ സാക്ഷിയായിരുന്നു. നമുക്ക് ഒത്തിരി ആവശ്യങ്ങളുണ്ടല്ലോ, പലപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ്. നിങ്ങൾ നോക്ക്, 55 വയസ്സ് പോലും ഈ ലോകത്ത് പൂർത്തിയാക്കിയില്ല. എല്ലാ രോഗങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും വന്നു. ഇത്രയേറെ പ്രാർത്ഥിച്ചിട്ടും അദ്ദേഹത്തിന്റെ ആ അസുഖങ്ങൾ പരിപൂർണമായിട്ട് മാറ്റാൻ ദൈവം തയ്യാറാകാതിരുന്നതിലൂടെ അനേകം ആവശ്യങ്ങൾക്കുള്ള അത്താണിയായിട്ട് അദ്ദേഹത്തെ മാറ്റുകയാണ്. അപ്പം ധ്യാനിക്കുന്ന ഒരു വ്യക്തി, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി, കണ്ണുനീരൊഴുക്കുന്ന ഒരു വ്യക്തി ചിലർക്കൊക്കെ ഒരു പാഠപുസ്തകമാണ്. ആ പാഠപുസ്തകമാകാൻ വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്, വലിയ പ്രയാസമാണ്. പിതാക്കന്മാരുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠനായ മക്കാറിയോസ്, വിശുദ്ധനായ മക്കാറിയോസ്, അനേകം ജീവിത അനുഭവങ്ങളിലൂടെ കടന്നുപോയവനാ മക്കാറിയോസ്. മക്കാറിയോസ് എന്ന് പറയുന്ന പിതാവ് ധ്യാനത്തെക്കുറിച്ച്, ധ്യാന അനുഭവത്തെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ വ്യക്തിഗതമായ ധ്യാനാനുഭവത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യം, ഈ മക്കാറിയോസ് പ്രാർത്ഥിക്കാനിരുന്നാൽ ഒരു ദിവസത്തിന് ഇത്ര നാഴിക പോരാ എന്ന് തോന്നിപ്പോവും. അദ്ദേഹത്തിന്റെ ധ്യാനവും പ്രാർത്ഥനയും കാണുമ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ രേഖപ്പെടുത്തിയിരുന്നതാണ്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന കാണുമ്പോൾ ഒരു ദിവസത്തിന് ഇത്ര നാഴിക, പഴയകാലത്തെ കണക്കാ, അത് പോരാ എന്ന് തോന്നിപ്പോവും. അദ്ദേഹത്തോട് അനേകരും ബന്ധപ്പെട്ടിട്ടുണ്ട്. പ്രാർത്ഥനയുടെ ദൈർഘ്യത്തെക്കുറിച്ച് പലരും ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇത്രയേറെ നീളുന്ന പ്രാർത്ഥനകൾ, യാചനകൾ. അദ്ദേഹം അതിന് കൊടുത്തിട്ടുള്ള മറുപടി മക്കാറിയോസിൻ്റെതായ പേരിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ധ്യാന ചിന്തകളായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നിന്നോട് കുറച്ചുകൂടെ സംസാരിക്കാനുണ്ടെന്ന് ദൈവം പറഞ്ഞാൽ ഞാൻ എന്ത് കൊടുക്കും? നിന്നോട് കുറച്ചുകൂടി സംസാരിക്കാൻ എനിക്കുണ്ട് എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസിയോട് ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. ഏറ്റവും നിഷ്കളങ്കമായിട്ട് ഞാൻ അതിനെ ഒന്നുകൂടെ വ്യാഖ്യാനിച്ച് തന്നാൽ നമ്മൾ ആലോചിച്ച് വെച്ചാൽ മതി. ചിലരുടെ അടുക്കിലേക്ക് കയറി ചെല്ലുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. ഒരാളോട് സംസാരിക്കാൻ നോക്കിയിരിക്കും. അവരുടെ എല്ലാ കാര്യങ്ങളും അവർ തുറന്നു പറയും. പ്രത്യേകിച്ച് കേൾക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അവർ അരമണിക്കൂർ എന്നുള്ളത് 1 മണിക്കൂറാകും, 2 മണിക്കൂറാകും. ഇനി ചിലർക്ക് വേണേ വിലയിരുത്താം, കത്തി കൊണ്ട് മടുത്തു, കാരണം അവരുടെ മുമ്പിൽ പെട്ടാൽ ഇന്നേ ദിവസം പോകാൻ പറ്റത്തില്ല, കാരണം അതുപോലെ പറഞ്ഞു വധിച്ചു കളയും. അങ്ങനെ നമ്മൾ രക്ഷപ്പെടാൻ ശ്രമിക്കും. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഓർത്തോണം, ദൈവത്തിന്റെ മുൻപിലേക്ക് ധ്യാനിക്കാനോ പ്രാർത്ഥിക്കാനോ ചെന്നാൽ അങ്ങനെ കണ്ടമാനം കാര്യങ്ങൾ എന്നോടോ നിങ്ങളോടോ സംസാരിക്കാനുള്ള ഒരു വലിയ പിതാവിന്റെ അടുക്കിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. ദൈവത്തിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ആ പറയാനുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാൻ മനസ്സുള്ളവൻ വേണം പ്രാർത്ഥിക്കാൻ പോയിരിക്കുന്നത്. ധ്യാനത്തിന്റെ പൂർണ്ണത എവിടെയാണ്? അതായത് ചിലപ്പോൾ നമ്മൾ പറയും, ചില ആൾക്കാരോട് സംസാരിക്കുമ്പം 1-2 വാക്ക് പറഞ്ഞിട്ട് പെട്ടെന്ന് ചാടിപ്പോകും. എനിക്ക് ഇത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ, ഭയങ്കര തിരക്കാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ആ രീതിയിൽ പറഞ്ഞ് നമ്മൾ ഒഴിവാകും. ഇന്നത്തെ ഇളക്കാത്മികതയും കപട പ്രാർത്ഥനകളും ഒക്കെ അതുപോലെ അധികം സംസാരിക്കാനില്ല. കാരണം എന്ന് വെച്ചാൽ ഇന്ന് ആൾക്കാർക്ക് സംസാരിക്കാൻ അറിയത്തില്ല, പെട്ടെന്ന് പറഞ്ഞു നിർത്തും. അതായത് 10 വാക്കുകൊണ്ട് പറയേണ്ടത് ചിലർ ഒറ്റ വാക്കുകൊണ്ട് പറഞ്ഞ് പെട്ടെന്ന് ചാടി അങ്ങ് പോകും. മറ്റ് വിശദീകരണം ഒന്നുമില്ല. ഫോൺ വിളിച്ചാൽ അതുപോലെ, സ്നേഹത്തിൻ്റെതായ കാര്യങ്ങളൊന്നുമില്ല. ഈ ഇളക്കാത്മികതകളെല്ലാം അതുപോലെ. അത് വളരെ നിയന്ത്രണം. അവർ പറയുന്നത് എൻ്റെ പനി മാറണം, എൻ്റെ രോഗം മാറണം, ദുഃഖം മാറണം, കണ്ണുനീര് മാറണം. അതിന് മാന്യതയുടേതോ സംസ്കാരത്തിൻ്റെതോ ആയ യാതൊരു തലം പോലുമില്ല.
പെട്ടെന്ന് ചാടിപ്പോകുന്ന ആത്മീയതയാണ്. നിങ്ങൾ അത്രയും മാത്രം ചിന്തിച്ചേച്ചാൽ മതി. എന്നാൽ എനിക്കധികം സംസാരിക്കാൻ ഇഷ്ടമില്ല, എനിക്ക് 100 കൂട്ടം പണികളുണ്ട്, അതുകൊണ്ട് എൻ്റെ സമയം അധികം കളയരുത്, എനിക്ക് താങ്കളുടെ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കാൻ നിവൃത്തിയില്ല, അതുകൊണ്ട് എന്നെ പെട്ടെന്ന് ഒഴിവാക്കിയേക്കും. ഇളക്കാത്മീയത അങ്ങനെ. എന്നാൽ ഓർത്തഡോക്സ് ധ്യാനാനുഭവം എന്ന് പറയുന്നത് അങ്ങനല്ല. നമ്മൾ സമയം കണ്ടെത്തി തന്നെ അങ്ങ് ചെല്ലുകയാണ്. സമയം കണ്ടെത്തി ചെന്ന് ദൈവത്തിന്റെ മുൻപിലിരുന്ന് ഒരു വലിയ കാരണവരുടെ എല്ലാ കാര്യങ്ങളും കേൾക്കുന്നത് പോലെ, അദ്ദേഹത്തിന്റെ ചരിത്രങ്ങൾ കേൾക്കുന്നത് പോലെ, അനുഭവങ്ങൾ കേൾക്കുന്നത് പോലെ, അതൊന്നും കത്തിയല്ല, അതെല്ലാം 100% ഉറപ്പാണ് എന്ന മനോഭാവത്തോടെ കേട്ടിരിക്കുന്ന അനുഭവം. നമ്മൾ തന്നെ ചിന്തിച്ചേച്ചാൽ മതി. ഈ പൂർവികന്മാരോട് നമ്മൾ കുറെ നേരം ഇരുന്ന് സംസാരിക്കുമ്പോൾ, പ്രായമുള്ളവരോട് സംസാരിക്കുമ്പോഴേ ചിലപ്പോൾ അവർക്ക് വലിയ ഭാഷാശുദ്ധി ഒന്നും കാണത്തില്ല. നമ്മൾ പറയുന്നത് പോലെ തപ്പും തരവൊന്നും കണ്ടു പറയാനും അറിയത്തില്ല. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് സ്പർശനീയമായ പല രഹസ്യങ്ങളും പല അനുഭവങ്ങളും പല പഠന വിഷയങ്ങളും അവരുടെ വാക്കിൽ നിന്ന് നമുക്കറിയാതെ കിട്ടിക്കൊണ്ടിരിക്കും. ദൈവത്തോട് സംസാരിക്കുന്ന തലം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ദൈവത്തിനും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പഴയ കാര്യങ്ങൾ ഒത്തിരി പറയാനുണ്ട്, ചരിത്രങ്ങൾ പറയാനുണ്ട്. യേശുദമ്പുരാൻ ശ്ലീഹന്മാരോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ എത്ര കൊട്ട നിറച്ചെടുത്തു എന്നും 7 അപ്പം കൊണ്ട് 4000 പേരെ പോഷിപ്പിച്ചപ്പോൾ എത്ര വടി ശേഷിപ്പിച്ചു എന്നും നിങ്ങൾ മറന്നുപോയോ? യേശുദമ്പുരാൻ ഒരു അന്വേഷണം ശ്ലീഹന്മാരോട് നടത്തുന്നുണ്ട്. അവരൊരിക്കൽ അവിശ്വാസികളായപ്പോൾ. യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ. അപ്പം നമുക്ക് തോന്നും, പഴയതും പറഞ്ഞതും ഒക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങളെ വേദനിപ്പിക്കുകയാണ്, അതൊക്കെ പിന്നെ ഓർപ്പിക്കുകയാണ്, അതൊക്കെ പണ്ടല്ലായിരുന്നു. വിശ്വാസിയുടെ ധ്യാനത്തിന്റെ 2ാമത്തെ തലമിത. അവൻ പ്രാർത്ഥിക്കുന്നതോ യാചിക്കുന്നതോ ആഗ്രഹിക്കുന്നതോ അവന് ലഭിച്ചില്ലേലും, അവനതിന്റെ പിന്നാലെ പോയില്ലേലും, ചില പഴയ കാര്യങ്ങൾ, പാസ്റ്റ് എക്സ്പീരിയൻസ്, അതിനെ ഒന്ന് റീഇൻസ്റ്റേറ്റ് ചെയ്യുക. കർത്താവ് ചോദിക്കുന്നതാ, ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ചില കാര്യം തന്നിട്ടില്ല, ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് പേടികരമായ കാര്യമാണ്, സംശയമുള്ള കാര്യമാണ്, പക്ഷെ നിങ്ങൾ മറന്നുപോയോ? അന്ന് ഞാൻ ചെയ്ത കാര്യങ്ങൾ, അന്ന് ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ തന്നു, ഇന്ന കാര്യങ്ങളിലൂടെ നിങ്ങളെ നയിച്ചു, അത്ഭുതങ്ങളൊക്കെ നടത്തി. ഇപ്പൊ നമ്മൾ തന്നെ പ്രാർത്ഥിക്കുക, യാചിക്കുക. അപ്പൊ നമ്മളുടെ മനസ്സിൽ ഓരോരോ ആഗ്രഹങ്ങളും ആവലാദികളും പരാതികളും വേവലാദികളും ഒക്കെയുണ്ട്. ഈ പരാതികളും വേവലാദികളും ഒക്കെ മനസ്സിൽ ഇങ്ങനെ നിറയുമ്പോഴും ഒരു സമയത്ത് ഓർക്കണം, ഇപ്പോൾ ഞാൻ യാചിക്കുന്നത് ദൈവസന്നിധാനത്തിങ്കൽ സമർപ്പിക്കാനുള്ള ഒരു യാചനയാണ്. ഞാനതിപ്പോ കിട്ടിക്കൊണ്ടേ പിടിച്ചു പറിച്ചുകൊണ്ടേ പോകുമെന്നുള്ള മനസ്സല്ല. കാരണം ഇതിനേക്കാൾ വലിയ അനുഭവങ്ങൾ വന്നപ്പോൾ എൻ്റെ ദൈവം എത്ര അത്ഭുതങ്ങൾ എനിക്ക് ചെയ്തു. ധ്യാനാനുഭവത്തിന്റെ ഒരു 2ാമത്തെ അനുഭവമാണ് റീഇൻസ്റ്റേറ്റിംഗ് ഓഫ് പാസ്റ്റ് എക്സ്പീരിയൻസ്. പഴയകാല സംഭവങ്ങളൊക്കെ ദൈവം ഇങ്ങനെ ഒരു കാരണവരെ പോലെ നമ്മളെ ഓർപ്പിക്കും. അപ്പൊ നമുക്ക് വേണേ തോന്നും ഇതൊക്കെ കേൾക്കാനുള്ള സമയമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇളക്കാത്മീകതയ്ക്ക് പോകുന്ന ഇന്നത്തെ ന്യൂ ജനറേഷൻ ചേർച്ചസിൽ പോകുന്ന, അവിടെ കടന്ന് ചാട്ടവും മേളവും നടത്തുന്ന ഓരോ ആത്മീകത കാണുമ്പോഴും ഓർക്കണം, എൻ്റെ ദൈവമേ, ഇതിലെ എൻ്റെ പ്രാർത്ഥനയെന്ന് പറയുന്നത്, ഇതിലെ പങ്കാളിത്തം എന്ന് പറയുന്നത് ചെല്ലോടൊക്കെ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കാതെ പെട്ടെന്ന് പറഞ്ഞ് ചാടിപ്പോകുന്ന ഒരു തലമുണ്ട്. ആ പെട്ടെന്ന് പറഞ്ഞ് ചാടിപ്പോകുമ്പോൾ ഞാൻ രക്ഷപ്പെടാൻ വേണ്ടിയാ, ചിലരുടെ മുൻപിൽ പെടാതെ രക്ഷപ്പെടാൻ വേണ്ടിയാ. എനിക്ക് തീരെ സമയമില്ല ദൈവമേ, എനിക്ക് 100,000 കാര്യങ്ങളുണ്ട്, എൻ്റെ കാര്യങ്ങളും ആവലാദികളും ഇന്നൊക്കെയാ, നീ ഇതൊക്കെ അറിഞ്ഞ് ചെയ്തേച്ചാൽ മതി. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി നീ പറയുന്നതൊക്കെ ഞാൻ കേട്ടോളാം, എനിക്ക് പരാതിയില്ല, പരിഭവമില്ല. മക്കാരിയോസിന്റെ ജീവിതം ഞാൻ നേരത്തെ പറഞ്ഞ മക്കാരിയോസ്, വിശുദ്ധനായ മക്കാരിയോസ് പറഞ്ഞിട്ടാ, പ്രാർത്ഥിക്കുന്നതിന് മുൻപ് പ്രതീക്ഷയുടെ ഒരു വലിയ നിറകുടത്തോടുകൂടി പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. പ്രാർത്ഥിച്ച് കഴിയുമ്പോഴേ ആ പ്രതീക്ഷയുടെ നിറകുടത്തിന് ഒരു തരി പോലും കുറവ് വരരുത്. പിതാക്കന്മാർ അതിൻ്റെതായ ഭാഷകളിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ നമ്മുടെ നാട്യമായ ഗ്രാമീണമായ ഒരു പ്രയോഗം മാത്രമാണ് ഞാൻ പറഞ്ഞത്. നീ പ്രാർത്ഥിക്കുന്നതിന് മുൻപ് അതിശക്തമായ പ്രതീക്ഷയോടുകൂടി തന്നെ, ദൈവസന്നിധിയിലുള്ള വിശ്വാസത്തോടുകൂടി തന്നെ പ്രാർത്ഥിക്കുക. പക്ഷേ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ആ വിശ്വാസം, ആ ഒരു സമർപ്പണം നിന്റെ ജീവിതത്തിൽ അത് ഇരട്ടിയായി തീവ്രമായിട്ട് നിലനിർത്തുക. ആ നിലനിർത്തുന്ന ഒരു അനുഭവമാണ് ഓർത്തഡോക്സിയുടെ ധ്യാന അനുഭവം എന്ന് പറയുന്നത്. ഓർത്തഡോക്സിയുടെ ധ്യാനാനുഭവത്തിന്റെ 3ാമത്തെ പ്രത്യേകത, വിശുദ്ധനായ അത്താനാസിയോസ് കോൺട്രമണ്ട്രം എന്ന അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത്.
ലോകം അത്താനാസ്യോസിനെതിരാണ്, അത്താനാസ്യോസെ എല്ലാവരും നിനക്കെതിരാണല്ലോ എന്ന് ലോകം പറഞ്ഞൊരു കാലഘട്ടം. നിക്കാ സുന്നകദോസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും അദ്ദേഹത്തോട് എതിരാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഒരു സാക്ഷ്യമുണ്ടായിരുന്നു, അതിനെന്താ, ലോകം എനിക്കെതിരായാൽ ഞാൻ ലോകത്തിന് എതിരാ. അതുകൊണ്ട് അദ്ദേഹത്തെ അത്താനാസ്യോസ് കോൺട്രാമണ്ട്രം എന്ന പേരിൽ അറിയപ്പെടുന്നു. ലോകം എനിക്കെതിരാണെങ്കിൽ കുഴപ്പമില്ല, ഞാൻ ലോകത്തിനും എതിരാ, അതിന്റെ പ്രമാണങ്ങൾക്കും എതിരാ. അങ്ങനെ പറഞ്ഞ അത്താനാസ്യോസ് ഓർത്തഡോക്സ് ധ്യാനാനുഭവത്തിനൊരു വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട്. ഓർത്തഡോക്സിയുടെ വിശ്വാസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു ധ്യാനാനുഭവത്തിലൂടെ തൃത്വ ദൈവത്തെ, അതിൻ്റെ അതിശ്രേഷ്ഠതയെ വരെ ഉൾക്കൊള്ളുവാൻ സാധിക്കുന്ന ഒരു വലിയ തലമാണ്. കാരണം യേശുതമ്പുരാന്റെ മനുഷ്യാവതാരത്തെക്കുറിച്ച്, മനുഷ്യത്വത്തെക്കുറിച്ച് വളരെ ശക്തമായി പഠിപ്പിച്ചവനാ അത്താനാസ്യോസ്. ഓർത്തുകൊള്ളണം, ഓർത്തഡോക്സ് ധ്യാനാനുഭവത്തെ അദ്ദേഹം വിശദീകരിച്ചിരിക്കുന്നത് ഒന്നുകൂടി ലഘുവായിട്ട് പറഞ്ഞാൽ, ഒരു ചെറിയ പാത്രത്തിൽ, ഒരു കുഞ്ഞു കുപ്പിയിൽ എല്ലാ എസൻസിന്റെയും ഗുണഗണങ്ങളോടും കൂടിയ അല്പം വെള്ളം ശേഖരിച്ചു വെച്ചാൽ എങ്ങനെയായിരിക്കും? ഒന്നുകൂടി ഓർത്തേച്ചാൽ മതി. ലോകമെങ്ങുമുള്ള പുണ്യ നദികളിലെ, ശ്രേഷ്ഠ ഉറവുകളിലെ ഓരോ തുള്ളി വെള്ളം ഒരു കുപ്പിയിൽ ശേഖരിക്കാൻ പറ്റിയാൽ, അത് അമൃതിന്റെ ആകാം, ശുദ്ധജലത്തിന്റെ ആകാം, ഔഷധ കൂട്ടുകളുടെ ആകാം, ഇതിന്റെ എല്ലാത്തിൻ്റെയും കൂടി എസൻസ് ഒരു ചെറിയ പാത്രത്തിൽ ശേഖരിക്കാൻ പറ്റിയാൽ എങ്ങനെയോ, അത് ഓർത്തഡോക്സ് ധ്യാനാനുഭവമാണ്. നമ്മൾ തന്നെ ചിന്തിച്ചേച്ചാൽ മതി. നമ്മൾ ധ്യാനിക്കുമ്പോൾ ആരെക്കുറിച്ചൊക്കെ ധ്യാനിക്കാനുണ്ട്? ദൈവതുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധ റൂഹായുണ്ട്, മാലാകന്മാരുണ്ട്, പൂർവ്വപിതാക്കന്മാരുണ്ട്, വിശുദ്ധന്മാരുടെ എഴുത്തുകളുണ്ട്, അവരുടേതായ പഠിപ്പിക്കലുകളുണ്ട്, ഇതെല്ലാമുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് ആരാണെന്നറിയാമോ? ബലഹീനരായ നമ്മൾ ഓരോരുത്തരുവാ. എന്നെയും നിങ്ങളെയും പോലുള്ള ബലഹീനരാ. പിതാക്കന്മാർ എഴുതി വെച്ച തിരുവചനം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ബലഹീനനായ ഞാൻ പറയുന്നു, നിങ്ങളിൽ പലരും പങ്കുവെക്കുന്നു, ഉൾക്കൊള്ളുന്നു. അതൊരു വലിയ കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പറയാൻ അർഹതയുള്ള, ധ്യാനിക്കുവാൻ അർഹതയുള്ള കാര്യങ്ങളല്ല, യോഗ്യതയുള്ള കാര്യങ്ങളല്ല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും. നമ്മുടെ അനുദിന ജീവിതത്തെക്കുറിച്ചൊന്ന് ഓർത്ത് നോക്കിയേച്ചാൽ മതി. ദൈവം ചോദിക്കാനിടയാകരുത്, എന്റെ വാക്കുകളെ നിന്റെ അധരങ്ങളിൽ എടുക്കാൻ നിനക്ക് എന്ത് കാര്യമെന്ന് ദുഷ്ടനോട് ചോദിക്കുമെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്റെ വാക്കുകൾ എടുക്കാൻ നിനക്ക് എന്ത് കാര്യം, എന്ത് കാര്യമെന്ന് ദുഷ്ടനോട് ചോദിക്കുമെന്ന് യഹോവ ചോദിക്കുമെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. സങ്കീർത്തനക്കാരൻ പറയുമെങ്കിൽ നമ്മൾ തന്നെ ആലോചിക്കേണ്ട കാര്യമാണ്. നമ്മളിലൊക്കെ അല്പസ്വല്പം ദുഷ്ടതയൊക്കെ ഉണ്ട്, മനുഷ്യരിലെല്ലാം ഉണ്ട്. പക്ഷെ മനുഷ്യൻ ബലഹീനനാണെങ്കിലും കുറവുള്ളവനാണെങ്കിലും അവന് വേണ്ടി ധ്യാനിക്കുവാൻ ദൈവം ഒരു മഹാസമുദ്രമാ, ഒരു വലിയ ഉറവയാ തന്നേക്കുന്നത്. ഇത് ഓർത്തഡോക്സ് ആരാധന അനുഭവത്തിന്റെ ഒരു പ്രത്യേകതയാണ്. മനുഷ്യൻ കുറവുള്ളവനോ ബലഹീനനോ ശാപദോഷങ്ങൾ നിറഞ്ഞവനോ ഗതിയറ്റവനോ ആണെങ്കിലും അവന് പ്രാർത്ഥിക്കുവാനും അവന് യാചിക്കുവാനുമുള്ളത് ഒരു വലിയ ദൈവം. നമുക്കത് വിശ്വസിക്കാൻ പറ്റത്തില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയോ, ഈ ലോകത്ത് എത്രയോ കോടാനുകോടി ജനങ്ങളുണ്ട്, മതസംഹിതകളുണ്ട്, പാരമ്പര്യങ്ങളുണ്ട്. എന്നാൽ ഒരു ഓർത്തഡോക്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഈ എല്ലാ പൂർണ്ണതകളുടെയും തുടർച്ചയായി ഓർത്തഡോക്സ് വിശ്വാസിയായി നിന്നുകൊണ്ട് പിതാക്കന്മാരുടെ പാതയിലൂടെ സഞ്ചരിച്ച് അവരെ ധ്യാനിച്ച് അവരുടെ നല്ല ക്രമങ്ങൾ പിന്തുടരുക എന്നുള്ളത് ഭാഗ്യമാണ്. എനിക്കും നിങ്ങൾക്കും ആരാധിക്കുവാൻ തക്കവണ്ണം ഇങ്ങനെ വലിയൊരു ദൈവമുണ്ടെന്നുള്ളത് അതൊരു വലിയ ഭാഗ്യമാണ്. അതെല്ലാവർക്കും ഒന്നും കിട്ടിയിട്ടുള്ളതല്ല. ഞാൻ തന്നെ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, എൻ്റെ ദൈവമേ, മറ്റൊന്നും കിട്ടിയില്ലേലും വേണ്ടില്ല, ഇങ്ങനൊരു ദൈവത്തെ ആരാധിക്കാനുണ്ടല്ലോ, വായിക്കുവാനും പഠിക്കുവാനും ഇങ്ങനൊരു വേദപുസ്തകമുണ്ടല്ലോ. നമ്മൾ ഓർത്തേച്ചാൽ മതി, മനുഷ്യൻ ബലഹീനനാണെങ്കിലും ഈ ബലഹീന പാത്രത്തിലേക്ക്, ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ഈ പാത്രത്തിലേക്ക്, കുറവുകളുള്ള ഈ പാത്രത്തിലേക്ക്, ആ കുറവുകളെയൊക്കെ മാറ്റി, ആ അസ്വസ്ഥതകളെയൊക്കെ മാറ്റി നല്ല ദൈവം നല്ലൊരു പൂർണ്ണത നമ്മിൽ നിറഞ്ഞു തരുന്നു. ഓർത്തഡോക്സ് ആധ്യാത്മികതയുടെ മൂന്നാമത്തെ മുഖം. അതായത് നേരത്തെ ഞാൻ പറഞ്ഞു, അത്താനാസ്യോസ് പറഞ്ഞ കാര്യം വെച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഒരു കൊച്ചു പാത്രത്തിൽ ഈ ലോകത്തിലെ എല്ലാ സത്തകളും നിറച്ചു വെച്ചുകൊണ്ട്
എന്നാൽ അതിലധികമില്ല, കുറവേ ഉള്ളൂ. പക്ഷെ ഉള്ളത് മുഴുവൻ സത്തകളാണ്, അമൃതുകളാണ്, ഔഷധമാണ്. അമൃതവും ഔഷധവും സത്തയും നിറഞ്ഞ ഒരു വലിയൊരു വിശുദ്ധ അനുഭവം, അതിനെ ധ്യാനിക്കുന്ന അനുഭവമാണ് ഓർത്തഡോക്സിയിൽ നമുക്ക് വെളിവാകുന്നത്, നമ്മുടെ ധ്യാനത്തിലും പ്രാർത്ഥനയിലും നമുക്ക് വെളിവാകാനുള്ളത്. വിശുദ്ധനായ സേവേറിയോസ് എന്ന് പറയുന്ന പിതാവ്, സേവേറിയോസിൻ്റെതായ അനേകം ഓറക്കിൾസ് ഉണ്ട്. അദ്ദേഹം ധ്യാനാനുഭവത്തെയും പ്രാർത്ഥനാനുഭവത്തെയും വിലയിരുത്തുന്നുണ്ട്. അദ്ദേഹം വിലയിരുത്തുന്നതെന്ന് പറയുന്നത് ഒരു വലിയ മല കയറുന്നതിന് തുല്യമായിട്ടാണ് കണക്കാക്കുന്നത്. അതിൻ്റെ ഉപമാന രീതിയിലുള്ള വ്യാഖ്യാനം ശ്രദ്ധേയമാണ്. ഒരു മനുഷ്യൻ ഒരു വലിയ ഭാരം ചുമന്നുകൊണ്ട് മല കയറുമ്പോൾ ശ്വാസ തടസ്സം അനുഭവപ്പെടും. ഈ ശ്വാസ തടസ്സം അനുഭവപ്പെടുമ്പോൾ അവൻ അല്പസമയം വിശ്രമിക്കും. വിശ്രമിച്ചു കഴിഞ്ഞിട്ട് പിന്നെയും പോകും. ഒരു വിധത്തില് അവൻ മലയുടെ മുകളിലേക്ക് കയറും. പിന്നീട് താൻ കൊണ്ടുപോയ ആ ഭാരം ആ എത്തിക്കേണ്ട സ്ഥലത്ത് മലയുടെ മുകളിൽ അവൻ നിക്ഷേപിച്ചതിന് ശേഷം, ഏൽപ്പിക്കേണ്ടിടത്ത് ഏൽപ്പിച്ചതിന് ശേഷം അവൻ ഇറങ്ങി വരുന്നൊരു തലമുണ്ട്. കയറിപ്പോകുമ്പോൾ ഭാരം കൊണ്ടാണ് കയറിപ്പോകുന്നത്. അപ്പൊ എല്ലാ ബാധ്യതകളും അസ്വസ്ഥതകളും ശ്വാസം മുട്ടലും ശാരീരിക ക്ലേശങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അവൻ കയറിപ്പോകുമ്പോൾ അവൻ വിശ്രമിച്ച് പടിപടിയായിട്ട് കയറി മുകളിൽ ചെല്ലും. അവൻ മുകളിൽ ചെല്ലുമ്പോഴും അവൻ്റെ കയ്യിലിരുന്ന സാധനം, വസ്തുവകകൾ, അത് സുരക്ഷിതമായിട്ടിരിക്കുന്നു എന്ന് കാണുമ്പോൾ അവന് വലിയ സന്തോഷമാണ്. അത് റിസ്കി ഫാക്ടർ ആണെന്ന് തോന്നിയാലും അതിലൊരു സംതൃപ്തിയുണ്ട്. എന്നാൽ ഈ ഭാരം അവിടെ വെച്ചതിന് ശേഷം അവൻ ഇറങ്ങി വരുന്ന ഒരു അനുഭവമുണ്ട്. ഈ ഇറങ്ങി വരുന്ന അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർത്തുകൊള്ളണം, അങ്ങോട്ട് കയറിപ്പോയപ്പോഴുള്ള ബാധ്യത ഇറക്കത്തിലില്ല, ആ ഭാരമില്ല. പക്ഷെ ഭാരമില്ലെങ്കിലും കയറ്റത്തിന്റെ അസ്വസ്ഥതയില്ലെങ്കിലും ഇറങ്ങി വരുമ്പോൾ അവൻ ഒന്നുകൂടി സുരക്ഷിതനായിട്ട് ഇറങ്ങി വരും. അതായത് ഒരു ഫിലോസഫിക്കലിയാണ് സേവേറിയോസ് അതിനെ വ്യാഖ്യാനിക്കുന്നത്. മല കയറുന്നവൻ ഭാരത്തോടെ, ടെൻഷനോടെ, റിസ്കിയോടെ കയറിപ്പോയി അവൻ്റെ സാധനം അവിടെ എത്തിക്കുന്നു. തിരിച്ചു വരുമ്പോൾ അവന് ഭാരമില്ല, അവന് ബുദ്ധിമുട്ടുകളില്ല, ഒന്നുമില്ലെങ്കിലും വളരെ കെയർഫുള്ളായിട്ട് മല ഇറങ്ങി വരും. ധ്യാന അനുഭവം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ചില മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്, എന്തെങ്കിലും ഒരു നിസ്സാരമായ അനുഭവം കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് മനുഷ്യർ അഹങ്കാരികളായി മാറും. ദർശനങ്ങൾ കിട്ടി, അങ്ങനെ പലരും വീണു പോയിട്ടുള്ളത്. ഞങ്ങൾ ഉന്നതന്മാരായി, ശ്രേഷ്ഠന്മാരായി ദൈവസ്വരം കേട്ടു. ഈ ദൈവസ്വരം കേട്ട് കഴിയുമ്പോഴത്തേക്ക് പിന്നെ മനുഷ്യസ്വരത്തിനൊന്നും പ്രസക്തി ചിലർ കൊടുക്കാറില്ല. പ്രസക്തി കൊടുക്കത്തില്ലെന്ന് വെച്ചാൽ പലരും അഹങ്കാരത്തോടു കൂടിയാണ് ഞങ്ങൾ ദൈവത്തിൻ്റെ സ്വരം കേട്ടവരാണ്, ദൈവത്തെ കണ്ടവരാണ്, എന്തൊക്കെയോ വലിയ വലിയ പണ്ഡിതന്മാരാണ്, ഉന്നതന്മാരാണെന്ന് ചിന്തിക്കുന്ന ഒരു വിലയിരുത്തലിൻ്റെ അനുഭവം ചില മനുഷ്യർക്കുണ്ടാവും. പക്ഷേ ഓർത്തഡോക്സിയുടെ ധ്യാനാനുഭവത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നീ ഭാരം ചുമന്നുകൊണ്ട്, നീ റിസ്ക് എടുത്തുകൊണ്ട് മലയുടെ മുകളിൽ കയറി ചെന്നാലും നിന്റെ സാധനം നീ അവിടെ വെച്ചിട്ട് നീ ലക്ഷ്യസ്ഥാനത്ത് നിന്ന് ഇറങ്ങി വരുമ്പോൾ നീ കൂടുതൽ കെയർഫുൾ ആയിരിക്കണം. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നീ ചിലപ്പോൾ നമുക്ക് തന്നെ അറിയാം, നല്ല വഴിയിലൂടെ നമ്മൾ വാഹനം ഓടിക്കാറുണ്ട്, മോശം വഴിയിലൂടെ ഓടിക്കാറുണ്ട്. കട്ടറുകൾ നിറഞ്ഞ പ്രദേശത്തൂടെ പോകുമ്പോൾ ഓർത്ത് നോക്കിയേച്ചാൽ മതി, അത്തരത്തിലുള്ള പ്രദേശങ്ങളിലൂടെ വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ പതുക്കെ വാഹനം ഓടിക്കും, വളരെ ശ്രദ്ധിച്ച് വാഹനം ഓടിക്കും. ചിലപ്പോൾ ആക്സിഡന്റ് സംഭവിക്കുന്നത് ഈ പ്രദേശത്തൊന്നും ആയിരിക്കത്തില്ല. ആക്സിഡന്റ് പ്രോൺ ഏരിയ എന്ന്, അപകട സാധ്യതാ മേഖല എന്ന് എഴുതി വെച്ചിടത്തും ആയിരിക്കില്ല. ചിലപ്പോൾ അതൊക്കെ കാണുമ്പോൾ മനുഷ്യനൊന്ന് ശ്രദ്ധിക്കും. എന്നാൽ ഇതൊന്നുമില്ലാതെ ഏറ്റവും നല്ല രീതിയിൽ കിടക്കുന്ന അതിവേഗതയിൽ ഓടിച്ചു പോകാവുന്ന വഴിയിലൂടെ 100-ഉം 150-ലും അറിയാതെ വെച്ച് കാച്ചും. ചിലപ്പോൾ അവിടെ വെച്ചായിരിക്കും ആക്സിഡന്റ് സംഭവിക്കുന്നത്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ധ്യാനാനുഭവത്തിൻ്റെ ഒരു തലം അതിലുള്ളത്. ഞാനിതൊക്കെ നേടിക്കഴിഞ്ഞെന്ന് പറയുമ്പോൾ, ചില കാര്യങ്ങളും മനസ്സിലാക്കിയെന്ന് പറയുമ്പോൾ, ആ ഒരു ഭയങ്കരമായ ഓവർ കോൺഫിഡൻസോടുകൂടി ഇറങ്ങി വരുമ്പോൾ തെന്നിപ്പോകും. ചിലപ്പോൾ ഓർത്ത് നോക്കണം, കയറ്റം കയറുന്നത് ഭാരമാണെങ്കിലും ഇറക്കമിറങ്ങുന്നത് അതിനേക്കാളും ബാധ്യത. അതത്രയും ഭാരമില്ലെന്ന് തോന്നിയാലും അപകടം ഏത് സമയവും വരാം, കാലുതെറ്റി വേണമെങ്കിൽ വീഴാം. ഓർത്തഡോക്സിയുടെ അനുഭവത്തിലേക്ക് ഓർക്കണം. അതായത് ഇന്നത്തെ എല്ലാ ഇളക്കാത്മികതയും പഠിപ്പിക്കുന്ന ഇതാ, പ്രാർത്ഥനയിലൂടെ എന്തോ വലിയ കാര്യങ്ങളൊക്കെ, പ്രയാസങ്ങളുണ്ട്, അനുഭവങ്ങളൊക്കെ അവതരിപ്പിക്കുന്നു, അലച്ചു വിളിക്കുന്നു. പിന്നീട് അതിനുശേഷം ഭയങ്കരമായ പൊട്ടിച്ചിരിയോടെ ദൈവം ഇന്നത് ചെയ്തു എന്ന് പറഞ്ഞ് അലറി വിളിക്കുന്നു. ഇതൊക്കെ നമ്മുടെ ധ്യാനാത്മ അനുഭവത്തിന് ബദല. അതുണ്ടാകാൻ പാടില്ല.
ഓർത്തഡോക്സ് ധ്യാനാനുഭവത്തിൻ്റെ അടുത്തൊരു പ്രത്യേകത, അടുത്തൊരു തലം. ദീർഘദൂരം യാത്ര ചെയ്യുന്ന മനുഷ്യൻ, അതായത് പ്രത്യേകിച്ച് ഓട്ടക്കാരൊക്കെ ഓടുമ്പോൾ, അതായത് 100 മീറ്ററിൽ ഓടുന്നതും 800 മീറ്ററിൽ ഓടുന്നതും 1500 മീറ്ററിൽ ഓടുന്നതും വ്യത്യസ്തമാണ്. 100 മീറ്ററിൽ ഓടുമ്പോൾ 10 സെക്കൻഡിനുള്ളിൽ ഓടിയെത്താനുള്ള എല്ലാ ശക്തിയോടെ ഓടുകയാണ്. കാരണം എല്ലാ എനർജിയും ഈ ചുരുങ്ങിയ സമയത്ത് ആവഹിച്ചുകൊണ്ട് ഓടുകയാണ്. എന്നാൽ 10,000 മീറ്ററിൽ ഓടുന്നവൻ ആദ്യം തൊട്ട് 100-ാം കട്ടയ്ക്ക് വെച്ച് പിടിച്ചാൽ പ്രശ്നമാണ്. 100 മീറ്റർ 200 മീറ്റർ കഴിയുമ്പോഴത്തേക്ക് തളരാൻ തുടങ്ങും, ശാരീരികമായ ക്ഷീണമുണ്ടാകും. ധ്യാനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ധ്യാന അനുഭവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇവിടെ നമ്മൾ വെളിവാകുന്നത്. എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അതിവേഗതയോടെ അതിതീവ്രതയോടെ ചില കാര്യങ്ങൾ ഞാൻ ഉൾക്കൊള്ളുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ചിലർ ആരംഭശൂരത്വം കാണിക്കാറുണ്ട്. ധ്യാനാനുഭവത്തിൽ ആരംഭശൂരത്വമില്ല. അവിടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ ആദ്യം കയ്പായിരിക്കും, മധുരം എന്ന് പറയുന്നത് പിന്നെ. ഈ ഓർത്തഡോക്സ് ധ്യാനാനുഭവത്തിൽ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം, നിന്റെ ജീവിതത്തിൽ 10,000 മീറ്റർ ഓടാനുണ്ടെങ്കിൽ 100 മീറ്ററിന്റെ വേഗതയോടുകൂടി പോകണ്ട. നമ്മുടെ ജീവിതാനുഭവത്തിലും ചിന്തിക്കണം. ചില മനുഷ്യർക്കെല്ലാം വളരെ പെട്ടെന്ന് വേണമെന്നുള്ള ഒരു അനുഭവമാണ്. സ്പീഡി വേൾഡിനേക്കാളും സ്പീഡി ഹ്യൂമൻ ബീങ്സ് ആയിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം ആഗ്രഹിക്കുന്ന സമയത്ത് പെട്ടെന്ന് വേണം, പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കണം. ഓർത്താൽ മതി, 100 മീറ്ററിനെത്താൻ ഇത്ര ദൂരം മാത്രം മതി. 100 മീറ്ററിന്റെ ദൂരമേ ഉള്ളൂ. 10,000 മീറ്ററിന് 10,000 മീറ്ററിന്റെ ദൂരമുണ്ട്. നിന്റെ കാലുകൾ പതിച്ചുകൊണ്ട് അത്രയും ദൂരം നീ ഓടിയേ പറ്റൂ. അത്രയും ദൂരം ഓടുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും, എടാ ചിലർ എന്നെക്കാളും ചില കാര്യങ്ങൾ പെട്ടെന്ന് നേടി, അവർ പെട്ടെന്ന് പണക്കാരായി, അവരുടെ സമ്പത്ത് കാണുമ്പോൾ ബുദ്ധിമുട്ട്, അവർ ചില മേഖലകളിലൊക്കെ വേഗത്തിലെത്തി. അപ്പോൾ ഓർത്തേച്ചാൽ മതി, ചിലപ്പം നമ്മളുടെ മുൻപിൽ കൂടെ പോകുകയാണ്. നമ്മൾ ഓടി തീർക്കേണ്ടത് 10,000 മീറ്ററാണ്. ചിലപ്പോൾ നമ്മൾ ഈ ചില ആൾക്കാർ വേഗത്തിൽ കാര്യങ്ങൾ എത്തിയല്ലോ, കാര്യങ്ങൾ സാധിച്ചല്ലോ എന്ന് ചിലരെക്കുറിച്ച് ചിന്തിക്കും. അവർ 100 മീറ്ററിന് ഓടാൻ വേണ്ടി വിധി ലഭിച്ച് ആ വിജയം നേടിയെടുത്തവരാ. 100 മീറ്ററിന്റെ ഓട്ടവും 10,000 മീറ്ററിന്റെ ഓട്ടവും ഒരുപോലെ സംഘടിപ്പിക്കുകയെന്ന് വിചാരിച്ചു. ഒരു വലിയ ഗ്രൗണ്ടിൽ 2 ട്രാക്കിലായിട്ട് നടക്കുകയാണ്. 100 മീറ്ററിൽ അവൻ ഓടിക്കഴിയും, പെട്ടെന്ന് അവൻ ഓടിക്കഴിയും. അവിടെ കിരീടധാരണം നടക്കും. 5,000 മീറ്ററിലും 10,000 മീറ്ററിലും കിരീടധാരണം നടക്കണമെങ്കിൽ ഇനി ഒത്തിരി ഓടണം. നമ്മളുടെ വ്യക്തി ജീവിതത്തിലും അതുപോലെ ആയിരിക്കണം. ചില കാര്യങ്ങൾ പൂവണിഞ്ഞില്ലല്ലോ, അത് ഫ്രൂട്ട്ഫുൾ ആയില്ല. ഇനി അതെന്നാ നടക്കുന്നത്? നിനക്ക് നീരണിയാനുള്ള പൂവണിയാനുള്ള എല്ലാ അനുഭവങ്ങളും ദൈവം നൽകിയിട്ടുണ്ട്. അതെന്തെങ്കിലും കാരണവശാൽ താമസിക്കുന്നു എന്ന് ചിന്തിക്കുകയാണെങ്കിൽ, അങ്ങനെ നമുക്കൊരു പരാതി തോന്നുകയാണെങ്കിൽ മനസ്സിൽ ചിന്തിച്ചു കൊള്ളണം, ദൈവം എനിക്ക് തന്നിരിക്കുന്ന ആ ദൂരം അല്പം കൂടിയുണ്ട്. ഒരു ധ്യാനത്തിൻ്റെ പൂർണ്ണതയിലൂടെ മാത്രമേ അത് കിട്ടാനുള്ളൂ. നമ്മൾ തന്നെ ചിന്തിച്ച് നോക്കിക്കോ. ചിലർ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ വളരെ പെട്ടെന്നാണ് പ്രാർത്ഥന. അവർക്ക് 3 കുരിശ് വരച്ച ആ പ്രാർത്ഥന തീർന്നു. ഇനി മറ്റു ചില മനുഷ്യർ പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും നിന്നാൽ എത്ര നേരം കഴിഞ്ഞാലും തീരത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ കാരണം ഇവിടെ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട്. കാരണം കൂടുതൽ പ്രാർത്ഥിക്കുന്നവന് കൂടുതൽ ദൈവത്തോട് പറയാനുണ്ട്, ദൈവത്തിൽ നിന്ന് കേൾക്കാനുണ്ട്, യാചിക്കാനുണ്ട്. അവനൊരുപാട് യാത്ര ചെയ്യാനുള്ള എനർജി, ഫ്യൂവൽ അവന് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നിന്ന് ചെങ്ങന്നൂർ വരെ പോകാൻ ഒരു വാഹനവുമായിട്ട് പോയാൽ അതിപ്പോൾ ബൈക്കാണോ കാറാണോ അതിനനുസരിച്ചുള്ള എനർജി മതി. ഇവിടെ നിന്ന് കന്യാകുമാരി വരെ പോകാനുള്ള ട്രിപ്പാണെങ്കിൽ അതിനനുസരിച്ച് ഫ്യൂവൽ കളക്ട് ചെയ്യും, പണം കളക്ട് ചെയ്യും, സാഹചര്യങ്ങൾ കളക്ട് ചെയ്യും. ഒരു ദിവസം യാത്ര ചെയ്യാനാണെങ്കിൽ അതിനനുസരിച്ചുള്ള ബാഗേജ് നമ്മൾ കരുതും. എന്നാൽ ഒരാഴ്ചത്തേക്ക് പോകാനാണെങ്കിൽ അതിനനുസരിച്ചുള്ള ബാഗേജ് നമ്മൾ കളക്ട് ചെയ്യും. എന്നതുപോലെ തന്നെ ഈ ധ്യാനാനുഭവത്തിൻ്റെയും പ്രാർത്ഥനാനുഭവത്തിൻ്റെയും ഒക്കെ പ്രത്യേകത എന്ന് പറയുന്നത്, അതായത് ധ്യാനാധിഷ്ഠിതമായ പ്രാർത്ഥനയിൽ എപ്പോഴും ഒരു ചിന്തയുണ്ട്, നിനക്ക് ദീർഘദൂരം യാത്ര ചെയ്യാനുണ്ട്, നീ എഴുന്നേറ്റ് ഭക്ഷിക്കണം. ഏലിയാ പ്രവാചകനെ തട്ടി ഉണർത്തി
അപ്പവും ഇറച്ചിയും കൊടുത്ത ദൈവദൂതൻ പറഞ്ഞത് അതേ സ്വരം. അത് യഥാർത്ഥത്തിൽ ഓർക്കണം. ഓർത്തഡോക്സ് ആരാധനാനുഭവത്തിൻ്റെയും ധ്യാനാനുഭവത്തിൻ്റെയും ഒക്കെ ഒരു പൂർണ്ണതയാണ്. നമ്മുടെ ധ്യാനത്തിൻ്റെ യഥാർത്ഥമായ മാർഗയാണ്. ദൈവദൂതൻ തട്ടി ഉണർത്തി, നീ ദീർഘദൂരം യാത്ര ചെയ്യേണ്ടവനല്ലയോ, നീ എഴുന്നേറ്റത് ഭക്ഷിച്ചാട്ട്. അപ്പവും ഇറച്ചിയും മാത്രമേ ഉണ്ട്. അതൊത്തിരി ഇല്ലായിരുന്നു. ഒരപ്പവും ഒരു കഷ്ണം ഇറച്ചി. നിനക്ക് ദീർഘദൂരം യാത്ര ചെയ്യാനുണ്ട്. ഓർത്തഡോക്സ് അനുഭവത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത ഇതാണ്. ദീർഘദൂരം യാത്ര ചെയ്യാനുണ്ടെങ്കിലും ഈ ലോകം ദീർഘദൂര യാത്രയ്ക്ക് ദീർഘമായ തയ്യാറെടുപ്പുകൾ നടത്തുമെങ്കിലും ആത്മീക ജീവിതത്തിൻ്റെ ധ്യാനാനുഭവത്തിലുള്ള യാത്രയ്ക്ക് നിനക്ക് അല്പം അപ്പം മതി. വിശപ്പിന് അല്പം അപ്പം, ദാഹത്തിന് അല്പം വെള്ളം. ആ അല്പം അപ്പവും ആ അല്പം വെള്ളവും കൊണ്ട് നിന്നെ ദീർഘദൂരം യാത്ര ചെയ്യിക്കാൻ ദൈവത്തിന് സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു ആത്മീയത നമ്മുടെ ധ്യാനാനുഭവത്തിൻ്റെ പ്രത്യേകതയാണ്. കർത്താവ് സ്ലീഹന്മാരെ തിരഞ്ഞെടുത്തു. പത്രോസും അന്ത്രയോസും യാക്കോബും യോഹന്നാനും ഒക്കെ മീൻപിടുത്തക്കാരാണ്. അവർക്ക് മീൻ പിടിക്കാനുണ്ടായിരുന്നത് ഒരു കൊച്ചു വള്ളമാണ്. ഒരു കൊച്ചു വള്ളത്തിൽ കയറി ഒരു വലിയ കടലിലേക്ക് അവർ ധൈര്യത്തോടെ പോയി. കുതുമ്പ് വള്ളത്തിൽ കയറി വലിയ ജലാശയത്തിന്റെ ഉൾപ്രദേശങ്ങളിലേക്ക് പോയി, അഗാധ പ്രദേശങ്ങളിലേക്ക് പോയി വല വീശുന്ന മുക്കുവന്മാര് നമ്മുടെ ധ്യാനാനുഭവത്തിന്റെ ഒരു പ്രത്യേകതയാണ്. വള്ളം ചെറുതാണെങ്കിലും കടല് വലുതാണെങ്കിലും തിരകൾ അതികഠിനമായിട്ട് ആഞ്ഞു വീശുമെങ്കിലും അവർക്കതിനെ നിയന്ത്രിച്ച് യാത്ര ചെയ്യാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ഓർത്തോണം, ധ്യാനിക്കുന്ന വ്യക്തി ഞാൻ ധ്യാനിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനെയൊക്കെ അനുദിന ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിക്കോണം. എനിക്ക് ശമ്പളം ചിലപ്പോൾ 5000 കാണത്തുള്ളൂ, മറ്റൊരുത്തിന് 50,000 കാണും. എനിക്ക് വസ്തു കുറവേ കാണത്തുള്ളൂ, മറ്റൊരുത്തിന് ഒരുപാട് വസ്തു കാണും. എനിക്ക് വീട് ചെറുതേ കാണത്തുള്ളൂ, മറ്റൊരുവന് വലിയ വീട് കാണും. ഒക്കെ യാഥാർത്ഥ്യമാണ്. നിനക്ക് അംഗീകാരവും മിടുക്കും സാമർഥ്യവും ഒക്കെ കുറവാണെങ്കിലും വലിയ ജലാശയത്തിന് തുല്യമായ ഈ ലോകത്ത് നിന്നെ സുരക്ഷിതമായിട്ട് നടത്താൻ ദൈവത്തിന് ഇത് മതി. നിനക്ക് 5000 രൂപയെ തരത്തുള്ളൂ. ആ 5000 കൊണ്ട് വലിയ കാര്യങ്ങൾ നടത്താൻ ദൈവം ശക്തനാണ്. ചിലപ്പോൾ ബാധ്യതകൾ കുറവായിരിക്കും, ചെലവ് കുറവായിരിക്കും, രോഗം കുറവായിരിക്കും. ദൂതൻ തട്ടി ഉണർത്തി ഏലിയായ്ക്ക് കൊടുത്ത അപ്പം പോലെ, ഇറച്ചി പോലെ. ഏലിയ ചോദിക്കുന്നില്ല, നാളെ എങ്ങനെയാണ്, നാളത്തേക്ക് അപ്പം വേണ്ടേ, നാളത്തേക്ക് ഇറച്ചി വേണ്ടേ, നീ എല്ലാ ദിവസവും വരുമോ ദൈവദൂത? ഇതൊന്നും ഏലിയ ചോദിച്ചില്ല. കൊടുത്തത് ഭക്ഷിച്ചു. ആ ആഹാരത്തിന്റെ ബലം കൊണ്ട് 40 രാവും 40 പകലും യാത്ര ചെയ്ത് ദൈവത്തിന്റെ പർവ്വതമായ ഹോറേബോളം എത്തി. ഇവിടെ ഇരിക്കുന്നവർ വിശ്വാസം പഠിക്കുമ്പോൾ ആത്മീയ ജീവിതവുമായിട്ടും അനുഭവവുമായിട്ടും ഒന്ന് ബന്ധപ്പെടുത്തി നോക്കിയാൽ മതി. 40 രാവും 40 പകലും യാത്ര ചെയ്ത് 40 ദിവസം കൊണ്ട് ദൈവത്തിന്റെ പർവ്വതമായ ഹോറേബോളം ഏലിയാ പ്രവാചകൻ എത്തിയെങ്കിൽ ആ യാത്രക്കിടയിൽ അവനൊന്നും ഭക്ഷിച്ചില്ല, മറ്റു ഭക്ഷണമൊന്നും ചോദിച്ചില്ല, കുടിച്ചില്ല, ഒന്നും ചെയ്തില്ല. 40 പകലും 40 രാവും കൊണ്ട് എത്തുകയാണ്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലൊക്കെയാണ്. ഒരു വിശ്വാസി ഓർത്തുകൊള്ളണം, വിശ്വാസം പഠിച്ചു വരുമ്പോൾ ജീവിതത്തിൽ ഓർക്കണം, എൻ്റെ ചില സംശയങ്ങൾ മാത്രമല്ല, എൻ്റെ ജീവിതത്തെക്കുറിച്ച് എനിക്കുള്ള സംശയത്തിനും പ്രതിവിധി ഉണ്ടാകണം. അതാണ് നമ്മുടെ പഠനത്തിൻ്റെ പ്രത്യേകത. അതായത് ഗ്രീക്ക് ഫിലോസഫി അല്ലെങ്കിൽ അന്നത്തെ കാലത്തെ ലാറ്റിൻ സാഹിത്യം, ഇതിലൊക്കെയുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപദേശങ്ങളായിരുന്നു. എന്നുവെച്ചാൽ ഉപദേശം കേൾക്കുന്തോറും, അതായത് അരിസ്റ്റോട്ടിലും സോക്രട്ടീസും പ്ലേറ്റോയും ഇവരൊക്കെ പഠിപ്പിച്ചു കഴിയുമ്പോഴത്തേക്ക് മനുഷ്യനവൻ്റെ ബലഹീനതകളെക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ചത്. ഞാൻ ബലഹീനനാണ്, ഞാൻ ഈ തത്വചിന്തയുടെ മുൻപിൽ എങ്ങനെ ജീവിക്കും, ഇത്രമാത്രം ഉന്നതമായ സത്തകളൊക്കെ ഉണ്ടല്ലോ. അതായത് എക്സിസ്റ്റൻഷ്യലിസം, സത്താവാദം, ഇതൊക്കെ ഒരുപാടുണ്ടല്ലോ എന്നാണ് ചിന്തിച്ചിരുന്നത്. പക്ഷേ നമ്മുടെ ഓർത്തഡോക്സ് പഠിപ്പിക്കലിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇത്രയും വലിയ കാര്യങ്ങൾ എനിക്കും നിങ്ങൾക്കും പഠിക്കാനും പഠിപ്പിക്കാനും ഉണ്ടെങ്കിലും ഈ വലിയ കാര്യത്തിൽ നിന്നും
എൻ്റെ ജീവിതത്തിനുള്ള ചില മറുപടി ഞാൻ കണ്ടെത്തണം. തീരുമാനങ്ങൾ എടുക്കുവാനുള്ള ചില ആലോചനകൾ കണ്ടെത്തണം. കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കണം. ഇത് കേൾക്കുന്ന എവിടെ ഇരുന്ന് കേൾക്കുന്നവരും, ഇത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ഏത് ജീവിതത്തിന്റെ ഏത് അനുഭവത്തിലായിരിക്കുന്നവരും പഠനത്തോട് ചേർന്നോടി ഓർത്തുകൊള്ളണം. നീ ജോലി ചെയ്യുമ്പോൾ നിനക്ക് സാലറി കുറവാണെങ്കിലും നീ ഭാരപ്പെടണ്ട. 1,00,000 രൂപ മാസം തന്ന് നിന്നെ പുലർത്താമെന്ന് നിന്റെ ദൈവം നിനക്ക് എഴുതി തന്നിട്ടില്ല. മറ്റു സുഖസൗകര്യം തന്ന് വലിയ വീട് വെച്ച് തന്ന് നിന്നെ അവിടെ കുടിയിരുത്താമെന്ന് ദൈവം പറഞ്ഞിട്ടില്ല. പിതാക്കന്മാരുടെ ഈ ധ്യാന അനുഭവം ചിന്തിച്ചേച്ചാൽ മതി. ഒരപ്പവും ഒരിറച്ചി കഷ്ണവും കൊടുത്തവൻ അതിൻ്റെ ശക്തി കൊണ്ട് പോയെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഓർത്തോണം, ദൈവം തരുന്ന ഒരപ്പം എന്ന് വെച്ചാൽ 1000 അപ്പത്തിന് തുല്യം. ഒരു കഷ്ണം ഇറച്ചി എന്ന് വെച്ചാൽ നിനക്ക് വേണ്ടി 100 ദിവസത്തേക്ക് നഷ്ടപ്പെടാത്ത രീതിയിൽ, അല്ലെങ്കിൽ 1000 വത്സരത്തേക്ക് കിട്ടത്തക്ക രീതിയിൽ ശക്തമാണ്. പിതാക്കന്മാർ ധ്യാനത്തിലൂടെ നേടിയെടുത്തത് അതാ. പരിമല തിരുമേനിയെയും മറ്റു വിശുദ്ധന്മാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ദൈവം അവർക്ക് 1000കണക്കിന് അപ്പങ്ങൾ കൊടുത്തില്ല. അപ്പങ്ങളുടെ പിന്നാലെ പോയില്ല, സുഖസൗകര്യങ്ങളുടെ പിന്നാലെ പോയില്ല, ഒരുപാട് സമ്പത്ത് കൊടുത്തില്ല. ഞാൻ സമ്പത്ത് തന്ന് നീ സമ്പത്ത് മറ്റുള്ളവർക്ക് കൊടുത്ത് അവരെ തൃപ്തിപ്പെടുത്താൻ എന്ന് പറഞ്ഞിട്ടില്ല. അവർക്ക് കുറച്ചേ കൊടുത്തുള്ളൂ, ഒറ്റ അപ്പം കൊടുത്തുള്ളൂ. പക്ഷെ ആ അപ്പം മതിയായിരുന്നു, അതിൻ്റെ അകത്തിലെല്ലാം ഉണ്ട്. ദൈവം നമ്മളോട് ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാ. ഈ പഠിതാക്കളോട്, ചിന്തിക്കുന്നവരോട്, കേൾക്കുന്നവരോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാ. നശിച്ചു പോകുന്ന, ബലഹീനമാക്കപ്പെടുന്ന 1000 അപ്പം ഞാൻ നിന്റെ കയ്യിൽ തന്ന് അത് ഫ്രിഡ്ജിനകത്ത് നീ സൂക്ഷിച്ച് എന്നും ചൂടാക്കി കഴിച്ച് നിന്റെ വയറിന് അസുഖം വരുന്ന രീതിയിലുള്ള ഒരു ജീവിതാനുഭവം നിനക്ക് ഞാൻ തരണോ? ഒന്നുകൂടി പറഞ്ഞാൽ 50 ലക്ഷം രൂപ നിനക്ക് നിത്യമായി ജീവിക്കാൻ തക്കോണം, ഒരു ജീവിതകാലം മൊത്തം ജീവിക്കാൻ തക്കോണം നിന്റെ കയ്യിൽ തരണോ? ഇനി 100 കോടിയുടെയും 1000 കോടിയുടെയും അതിനേക്കാളും ഉപരി മൂല്യമുള്ള ഒരു ചെറിയ അനുഭവം തരണോ? ദൈവം നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ്. ഓർത്തഡോക്സ് ധ്യാനാനുഭവത്തിന്റെ ഒരു വലിയ ഏറ്റവും എസൻഷ്യൽ ഫാക്ടറായിട്ട് നിങ്ങൾ എടുത്തുകൊള്ളണം. നിങ്ങൾ ഇത്രയും ഒരുപാട് പേര് ഈ ലോകം ഓടി വരികയാണ്. പ്രാർത്ഥനയ്ക്ക് ഒരുപാട് തലങ്ങളുണ്ടല്ലോ. ഒരുപാട് 100 കണക്കിന് 1000കണക്കിന് പേര് ഓടി വരികയാണ്. ദൈവം തന്റെ 2 കരങ്ങളും നീട്ടി നിൽപ്പുണ്ട്. ദൈവത്തിന്റെ ഒരു കയ്യിൽ അനേകം സുഖസൗകര്യങ്ങളുടെ അപ്പങ്ങൾ ഒത്തിരിയുണ്ട്. മറുകയിൽ ചെറിയ പാറ്റാഗുളിക പോലെയുള്ള, ചെറിയ മുട്ടുപോലെയുള്ള കൊച്ചു കൊച്ചു ഗുളികകൾ, കൊച്ചു കൊച്ചപ്പങ്ങൾ, പൊടിയപ്പങ്ങൾ കുറച്ച് അതും കയ്യിലുണ്ട്. ചിലപ്പം 10,000 അപ്പം അവൻ്റെ കയ്യിൽ കാണും, 10,000 പൊടിയപ്പങ്ങളും കാണും. ഇന്നത്തെ ലോകം ഓടുന്നത് മൊത്തം വലിയ അപ്പങ്ങൾ എടുക്കാൻ വേണ്ടിയാണ്, ഒത്തിരി ഒന്നും എടുക്കണ്ട. അതുകൊണ്ടാണ് മരുഭൂമിയിൽ ഇസ്രായേൽ മക്കൾ യാത്ര ചെയ്തപ്പോൾ യഹോവയാ ദൈവം പറഞ്ഞത്, നീ എത്രയും മന്ന എടുത്താൽ മതി എന്നാണ് പറഞ്ഞത്? ഇടങ്ങഴി മന്ന മാത്രം നീ എടുത്താൽ മതി. നമ്മുടെ ധ്യാനത്തിന്റെ വലിയൊരു പ്രത്യേകതയാണ് കേട്ടോ. ധ്യാനത്തിന്റെ, ഓർത്തഡോക്സ് ധ്യാനാനുഭവത്തിന്റെ ആഴമേറിയ ഒരു സത്യത. നീ ഇടങ്ങഴി അപ്പം മാത്രം എടുത്താൽ മതി, ഒറ്റ ഇടങ്ങഴി അപ്പം എടുത്താൽ മതി, മന്ന എടുത്താൽ മതി. ചിലപ്പോൾ നിന്റെ മുൻപിൽ കോരിയെടുക്കാൻ നിനക്ക് വേണേൽ 100 ഇടങ്ങഴി വേണേലും നിനക്കെടുക്കാം, അത് ദൈവം തരാതിരിക്കത്തില്ല. 1000 ഇടങ്ങഴിയോ 100 ഇടങ്ങഴിയോ എടുക്കാനുള്ളത് നിന്റെ മുൻപിൽ കിടപ്പുണ്ട്, ഒരിടങ്ങഴി എടുക്കാനുള്ളതുകൊണ്ട്. നീ ഏതെടുക്കും? കാരണം നാളെയും ദൈവം തരുമെന്നുള്ള ഒരു വലിയ വിശ്വാസം അവർക്കുണ്ടായിരുന്നു. ആ വിശ്വാസം ഇല്ലാതിരുന്നവരാണ് അമിതമായിട്ടെടുത്ത് പിറ്റേ ദിവസം അത് കനച്ച് നശിച്ചു പോകുന്ന അനുഭവം സൃഷ്ടിച്ചവർ. നമ്മളുടെ പ്രാർത്ഥനയുടെ ഒരു വലിയൊരു ദർശനമായിട്ട് ഇത് മാറണം. ദൈവമേ, ലോകത്തിൽ ഒത്തിരി ഉണ്ടെങ്കിലും നമ്മൾ ചിന്തിച്ചാൽ മതി. നമുക്ക് ഒത്തിരി വിശപ്പുണ്ടെന്ന് വെച്ചോ, ഒരു വയറിനുള്ളത് മാത്രമേ നമ്മൾ കഴിക്കത്തുള്ളൂ. ദാഹമുണ്ടെന്ന് വിചാരിച്ചോ, എല്ലാ തരത്തിലുള്ള പാനീയങ്ങളുമുണ്ട്. രുചിക്കനുസരിച്ച് കുറെ കൂടുതൽ നമ്മൾ കുടിക്കുമായിരിക്കും. പക്ഷെ എങ്കിലും അതിനൊരു ചെടിപ്പുണ്ടാകും. ഈ ലോകത്തിന്റെ എല്ലാ അനുഭവങ്ങളും ചെടിക്കുന്നതാണെന്നും ദൈവം കൊടുക്കുന്നത് ചെടിക്കാത്തതാണെന്നും ചിന്തിക്കുന്നതും ധ്യാനിക്കുന്നതും ഓർത്തഡോക്സ് ആധ്യാത്മികതയുടെ ധ്യാനാനുഭവത്തിന്റെ ഒരു പ്രത്യേകതയാണ്. നമുക്ക് ചേർന്ന് ഒരു പാട്ട് പാടാം. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവമെന്നെ നടത്തി, ഒന്നുമില്ലായ്മയിൽ നിന്നെ
ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഓർത്തഡോക്സ് ധ്യാന അനുഭവത്തിന്റെ അടുത്തൊരു പ്രത്യേകത, ഒരു മനുഷ്യൻ അവൻ ദർശനങ്ങൾ കാണുവാന്ന് വിചാരിച്ചു. അവനെക്കുറിച്ച് അവന് ദർശിക്കാവുന്ന എല്ലാ ദർശനങ്ങളും മാക്സിമം സന്തോഷം അവന് വേണമെങ്കിൽ നേടിയെടുക്കാം. എല്ലാ തരത്തിലുള്ള സന്തോഷവും അവന് നേടിയെടുക്കാം, പഠിച്ചെടുക്കാം. അവനെക്കുറിച്ച് തന്നെ അവന് ചിന്തിക്കാം. ഇതിന്റെ എല്ലാം അവസാനം ഇനിയും നിന്റെ ജീവിതത്തെ മനോഹരമാക്കാൻ നിനക്കെന്തെങ്കിലും ചിന്തിക്കാനുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ചിലപ്പോൾ കടന്നു വരും. ഇനി ഇതിന്റെ അപ്പുറത്ത് എന്തെങ്കിലും കാര്യങ്ങൾ നിന്റെ ജീവിതത്തെ മനോഹരമാക്കാൻ ഉണ്ടോ? അപ്പൊ എല്ലാ ചിന്തകളും ദർശനങ്ങളും ഒരു മനുഷ്യൻ എഴുതി നൽകിയെന്ന് വിചാരിച്ചു. എൻ്റെ ജീവിതം സന്തോഷമാകണമെങ്കിൽ എനിക്ക് ഇന്നത് കിട്ടണം, ഇന്ന രീതിയിലേക്ക് പോകണം, ഇന്ന രീതിയിലായിത്തീരണം, ഇന്ന രീതിയിൽ വളരണം. അതിൻ്റെ എല്ലാം അവസാനം ഇനിയും അപ്പുറത്ത് ഓപ്ഷനില്ല, എനിക്ക് ഇത്രയൊക്കെ മതി. അതായത് നമ്മളൊരു 100 കാര്യങ്ങൾ നമ്മുടെ ജീവിതം സുഖകരമാക്കാൻ, സമാധാനപരമാക്കാൻ, സമൃദ്ധമാക്കാൻ ദൈവത്തിൻ്റെ മുൻപിൽ എഴുതി കൊടുക്കുമ്പോൾ അതിന് മറുപടിയായി അതിനേക്കാൾ ശ്രേഷ്ഠമായി ദൈവം ഒരേ ഒരു വാക്ക് മാത്രം പറയുന്ന ഒരു തലം. അതായത് നമ്മളുടെ 100 അഭിപ്രായങ്ങളും ദൈവത്തിൻ്റെ ഒരു വാക്കും. ഇത് രണ്ടും തമ്മിലുള്ള ഒരു വലിയ വടംവലി ജീവിതത്തിൽ വരും. അതായത് നമ്മൾ 100 കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് പറഞ്ഞാലും കൂടുതൽ കാര്യങ്ങൾ സംസാരിച്ചാലും പ്രവർത്തിച്ചാലും അതിനൊക്കെ ഒരു വലിയ ലിമിറ്റേഷൻസാണ്. സിമോൻ പത്രോസ് വലയിട്ടപ്പോൾ, സ്ലീഹന്മാർ ചേർന്ന് വലയിട്ടപ്പോൾ രാത്രി മൊത്തം അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതിരുന്ന ഒരു തലത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. യോഹന്നാൻ 21 വായിക്കുന്നുണ്ട്. കർത്താവിന്റെ വാക്ക് കേട്ട് വലയിട്ടപ്പോൾ ആ വല നിറച്ചു മീൻ കുടുങ്ങി. മറ്റുള്ളവരുടെ സഹായത്തോടു കൂടിയാണ് ആ വല കരയ്ക്ക് അടുപ്പിച്ചത്. ഞാൻ അടുത്തതായിട്ട് ഓർത്തഡോക്സ് ആധ്യാത്മികതയെക്കുറിച്ച്, ധ്യാന അനുഭവത്തെക്കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്ന ചിന്ത ഇതാണ്. ദൈവത്തിന്റെ ഒരു വാക്ക്, ദൈവത്തിന്റെ ഒരു വാക്ക് എൻ്റെ എല്ലാ വാക്കുകളെക്കാളും ശക്തമാണ്, അത് ബലമുള്ളതാണ് എന്ന് ചിന്തിക്കുന്ന ധ്യാന അനുഭവം. നമ്മൾ തന്നെ ഓർത്ത് ജീവിതം വിജയകരമാക്കാൻ എത്രമാത്രം ഓട്ടങ്ങൾ നമ്മൾ ഓടിയിട്ടുണ്ട്. എത്ര സമ്പാദ്യങ്ങൾ, എത്ര വേഷം കെട്ടലുകൾ, എത്ര വഞ്ചനകൾ, എത്ര കള്ളത്തരങ്ങൾ, അഭിപ്രായങ്ങളും ദുരഭിപ്രായങ്ങളും ഒരുപാട് പറഞ്ഞു കൂട്ടിയിട്ടുണ്ട്, ഒരുപാട് ചെയ്തു കൂട്ടിയിട്ടുണ്ട്. ഓരോരുത്തർ ചെയ്യുന്നതിനനുസരിച്ച് പ്രതിവിധിക്കായി, ഓരോരുത്തർ പറയുന്നതിനനുസരിച്ച് പ്രതിവിധിക്കായി അനേകം വാക്കുകൾ നമ്മൾ പറഞ്ഞു കൂട്ടിയിട്ടുണ്ട്. പക്ഷേ എന്തായി ദൈവത്തിന്റെ ഒരു വാക്ക്? കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തപ്പോൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് സൗഖ്യം പ്രാപിക്കാൻ ചെന്നവർ ദൈവത്തോട് പറയുന്നുണ്ട്. നീ ഒരു വാക്ക് പറഞ്ഞാൽ അത് മതി എന്ന് ശതാധിപൻ പറഞ്ഞു. എൻ്റെ ഭവനത്തിനുള്ളിലേക്ക് വരാന്, നീ എൻ്റെ ഭവനത്തിനുള്ളിലേക്ക് വരാന് ഞാൻ യോഗ്യനല്ല, എൻ്റെ ദാസ് സൗഖ്യം പ്രാപിച്ചുള്ളൂ, നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി. നമ്മുടെ 100,000 വാക്കുകളും ദൈവത്തിൻ്റെ ഒരു വാക്കും. അത് ആദിമ ചരിത്രം തൊട്ട് വലിയ ചിന്തിക്കേണ്ട ഒരു ധ്യാന വിഷയമാണ്. ദൈവത്തിൻ്റെ ഒറ്റ വാക്കിലൂടെയാണ് ലോകമുണ്ടായത്. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. ആ വെളിച്ചത്തിൻ്റെ മറവിൽ ഇരുന്നു കൊണ്ട് തുടർ സൃഷ്ടികളെല്ലാം ദൈവം സൃഷ്ടിക്കുകയാണ്. ദൈവത്തിൻ്റെ ഒരു വാക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ആഴമേറിയതാണ്. നമ്മുടെ ചില വാക്കുകൾ നിയന്ത്രിച്ചാലേ ദൈവത്തിൻ്റെ ഒരു വാക്ക് നമുക്ക് കിട്ടത്തുള്ളൂ. ദൈവം എന്ന് പറയുന്നത് എല്ലാ ഭാഷകളുടെയും ഉറവിടമാണ്, എല്ലാ വാക്കുകളുടെയും ഉറവിടമാണ്. ജീവിതത്തിൽ നമ്മൾ ഓർത്തോ, നമ്മൾ ഇത്രയും നേരം ഇരുന്ന് പ്രാർത്ഥിക്കുക, ഒരുപാട് നേരം ധ്യാനിച്ചിരുന്ന് പ്രാർത്ഥിക്കുക,
ഓരോ പ്രാർത്ഥനകൾക്കും ഓരോ യാചനകൾക്കും നമ്മൾ അതുല്യമായി പ്രത്യേകിച്ച് അന്തമില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ഓരോ വാക്കിനും നമുക്ക് എഴുതാം. വാക്കുകൾ എഴുതുമ്പോൾ, അക്ഷരങ്ങൾ എഴുതുമ്പോൾ ഇടയ്ക്കൊരു ഫുൾ സ്റ്റോപ്പ് ഇടാറുണ്ട്. പറയുമ്പോൾ, സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വ്യക്തമാകാൻ ഇടയ്ക്ക് പോസിറ്റാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിൻ്റെ മീനിങ്ലെസ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് വാക്കുകളുടെ പൂർണ്ണതയ്ക്ക് തടസ്സം നേരിടും സൃഷ്ടിക്കുന്നതാണ്. ആയതുപോലെ ദൈവത്തിൻ്റെ ഒരു വാക്കിൻ്റെ പ്രത്യേകത എന്തുവാണെന്നറിയാമോ? നമ്മൾ അനേകം വാക്ക് പറയുമ്പോൾ ദൈവം ഒരു വാക്ക് പറയാൻ നമ്മൾ ഇഷ്ടപ്പെടുന്ന തലം. അതുകൊണ്ടാണ് ചിലർ സംസാരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, എന്ത് പറഞ്ഞാലും പറയും, അവർ പറയുന്ന അഭിപ്രായത്തിലേക്ക് നമ്മളെ എത്തിക്കും. നമുക്ക് താല്പര്യമില്ലല്ലോ, അല്ലയോ, കേട്ടോ, അങ്ങനല്ലയോ, അല്ലെ സാറ് പറ, അല്ലെ നിങ്ങൾ പറ, ഞാൻ എന്തോ വേണം. അതായത് മനുഷ്യരായ നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പം പോലും മറ്റുള്ളവർ അത് ഉൾക്കൊള്ളാനും മറ്റുള്ളവർ മനസ്സിലാക്കാനും അവരെയും കൂടെ ചേർത്ത് നിർത്താനും നിർത്തലുകളും അല്ലയോ, ഉവ്വോ, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചേർക്കാറുണ്ട്. അതോടെ ചേർത്ത് പറയുമ്പോഴേ ചോദ്യങ്ങൾ വരുമ്പോൾ മാത്രമേ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പൂർണ്ണമാകത്തുള്ളൂ. ഈ ധ്യാനം എന്ന് പറയുന്നത്, മെഡിറ്റേഷൻ, അതൊരു സ്കില്ലൂടിയാണ്, ഒരു സ്പിരിച്വൽ സ്കില്ല. അതിൻ്റെ ആ സ്പിരിച്വൽ സ്കില്ലെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു വാക്കാണ്. ദൈവത്തിൻ്റെ ഒരു വാക്ക്, ദൈവവാക്കുകളെക്കുറിച്ച്, ദൈവ പഠിപ്പിക്കലുകളെക്കുറിച്ച് വിശുദ്ധനായ ബെസേലിയോസ് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ വാക്കുകൾ സമുദ്രത്തിലെ എല്ലാ ജലത്തെക്കാളും ജലപ്രവാഹങ്ങളെക്കാളും ജീവജാലങ്ങളെക്കാളും പ്രപഞ്ചത്തിലെ എല്ലാ പരിജ്ഞാനത്തെക്കാളും ആകാശമാർഗത്തിലെ എല്ലാ അതിവിസ്മരണീയമായ ഘടകങ്ങളെക്കാളും ആഴമേറിയതാണ് ദൈവത്തിൻ്റെ ഒരു വാക്ക്. ലോകത്ത് മുഴുവൻ പേര് പറഞ്ഞിട്ടുള്ള, മുഴുവൻ ഉപദേഷ്ടാക്കൾ പറഞ്ഞിട്ടുള്ള എല്ലാ ഉപദേശങ്ങളെക്കാളും മൂല്യമേറിയതാണ്. ഈ ലോകത്ത് എല്ലാവരും പറഞ്ഞ ആശയങ്ങളും ചിന്താഗതികളും എല്ലാം കൂടി ഒരു തട്ടിലും ദൈവത്തിൻ്റെ വാക്ക് മറ്റൊരു തട്ടിലും ഇട്ടാൽ അതെപ്പോഴും വെയിറ്റ് കൂടിയതാണ്. ആ വെയിറ്റ് കൂടിയ ജീവിതാനുഭവമാണ് നമുക്ക് വേണ്ടത്. നീ ഒരു വാക്ക് കൽപ്പിക്കും, നീ എൻ്റെ ഭവനത്തിലേക്ക് വരാൻ എനിക്ക് യോഗ്യതയില്ല, എൻ്റെ ജോലിക്കാർ സൗഖ്യമായിക്കൊള്ളൂ, ദാസൻ സൗഖ്യമായിക്കൊള്ളൂ, അത് മാത്രം മതി. നീ പറഞ്ഞ ഒരു വാക്കുപോലെ ഞാൻ വലയിടാം. വലതുഭാഗത്ത് കുഞ്ഞുങ്ങളെ, പടകിന്റെ വലതുഭാഗത്ത് വല വീശുവിൻ. രാത്രി മൊത്തം ഞാൻ അവിടെ ഇട്ടെന്ന് പറഞ്ഞില്ല, ഒരുപാട് പ്രദേശങ്ങളിൽ തിരഞ്ഞെന്ന് പറഞ്ഞില്ല. നിന്റെ വാക്കിന് ഞാൻ വലയിടാം. ദൈവത്തിന്റെ വാക്കിന് വലയിടാൻ നമ്മൾ തയ്യാറാണോ? ഓർത്തഡോക്സ് ധ്യാനാനുഭവത്തിന്റെ ഒരു വലിയ കാര്യമാണ്. ഇവിടെ ഇരിക്കുന്നവരും കേൾക്കുന്നവരും ഒക്കെ ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ജീവിതത്തെ പ്രസന്നകരമാക്കാൻ ജോലി കാര്യങ്ങളിലും പ്രവൃത്തി കാര്യങ്ങളിലും ഒക്കെ നമ്മൾ ഒരുപാട് ഇടപെട്ടു. എന്നാൽ ദൈവത്തിന്റെ വാക്കിന് വലയിടുക എന്ന് വെച്ചാൽ, അതിനനുസരിച്ച് ഞാൻ വലയിടാമെന്ന് വെച്ചാൽ അതൊരു വലിയ ഒരുക്കമാണ്. വല നല്ലതാകണം, അതിൻ്റെ തുന്നലുകളെല്ലാം ക്ലിയർ ആകണം, ഇടേണ്ട രീതിയിലിടണം. ജീവിതത്തിൽ ഒരുപാട് ഭിന്നങ്ങളുണ്ട്, ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളുണ്ട്, തെറ്റുകുറ്റങ്ങളുണ്ട്. ഈ തെറ്റുകുറ്റങ്ങളും ബലഹീനതകളും ശാപദോഷങ്ങളും ഒക്കെ യഥാർത്ഥത്തിലുണ്ടല്ലോ. നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട വലകളുടെ കണ്ണുകളെയൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയും ഈ ദുഷ്ടതകളാകുന്ന അനേകം അസ്വസ്ഥതകൾ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ജീവിതമാകുന്ന ദൈവീക വലയിലേക്ക് ദൈവാനുഗ്രഹങ്ങൾ വന്നു കയറാത്തത്. നമ്മളുടെ പാരമ്പര്യം പോലെ, പിതാക്കന്മാരുടെ ഉപദേശങ്ങൾ പോലെ ഓർത്തുകൊള്ളണം, ഈ പിതാക്കന്മാരൊക്കെ കണ്ണുകൾ നന്നാക്കുന്നവരാ, വലകൾ നെയ്യുന്നവരാ. അതാ നമ്മുടെ ആത്മീയതയുടെ ഒരു പ്രത്യേകതയാണ്, ധ്യാനാനുഭവത്തിന്റെ പ്രത്യേകതയാണ്. നമ്മുടെ ജീവിതം ഒരു വലിയ വല പോലെ, ആദ്യം വലയിടുന്നതിന് മുൻപാട്ട് ഒരു വലിയ വല പോലെ നിവർത്തിയിടണം. അതിൻ്റെ ഓരോ കണ്ണുകളിലൂടെയും യാത്ര ചെയ്യണം. ഈ കണ്ണുകളിലൂടെ യാത്ര ചെയ്ത് കൂട്ടി കെട്ടിവെക്കേണ്ടതുണ്ട്, നെയ്തെടുക്കേണ്ടതുണ്ട്, നൂല് മാറേണ്ടതുണ്ട്, ചില ഭാഗം കട്ട് ചെയ്ത് കളയേണ്ടതുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ധ്യാനത്തിലൂടെ വരുന്നത്. ധ്യാനം എന്ന് പറയുന്നത് ഒരിക്കലും വല എറിയലല്ല,
വല നന്നാക്കലാണ്. ഓർത്തഡോക്സി പഠിപ്പിക്കുന്നതാണ്, നമ്മുടെ സഭ പഠിപ്പിക്കുന്നതാണ്. ഇത് വലയെറിയലല്ല, വല നന്നാക്കലാണ്. വലയെറിയാൻ ദൈവം അവസരം തരും. അതിനുമുമ്പ് നിന്റെ കുറ്റികളെ നീ ഉറപ്പിക്കണം, നിന്റെ കെട്ടുകളെ നീ നീട്ടണം. ഞാൻ വല എറിയുന്നതിന് മുൻപ് എൻ്റെ വല നന്നാക്കിയേ പറ്റൂ. ജീവിതം ഒരു വലിയൊരു വലക്കണ്ണി പോലെ. ഒരെണ്ണം പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് അങ്ങ് നഷ്ടപ്പെട്ടു പോകുന്നത്. ഒരു പരാജയം വന്നു കഴിഞ്ഞാൽ, ഒരു തെറ്റ് വന്നാൽ അതേ ഒളിക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒന്നിനു പുറകെ ഒന്നായി ബാധ്യതകളാണ്. നമ്മളൊരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് മറയ്ക്കാൻ മറ്റൊരുവനോട് ചേരുകയാണ്. അവൻ നാളെ നമുക്ക് ശത്രുവാണ്, പിന്നെ അവൻ അതിനേക്കാളും ബാധ്യതയാണ്. ഇതിങ്ങനെ നീണ്ടു 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 പോകുകയാണ്, അന്തമില്ലാതെ പോകുകയാണ്. നമ്മൾ പറയത്തില്ലേ, ഒരു കള്ളം പറഞ്ഞാൽ ഇനി 100 കള്ളം പറഞ്ഞാൽ പോലും അത് സത്യമായിട്ട് മാറത്തില്ല. 100 കള്ളം പറഞ്ഞാൽ അത് സത്യമാകുമെന്ന് പറയുന്ന ചില പ്രമാണ സംഹിതകൾ പലപ്പോഴും പലരും കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന് ഒളിക്കാൻ ശ്രമിച്ച് പിന്നെയും പോവുക. നമ്മുടെ ധ്യാനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേടായ കണ്ണുകളെ ദൈവസന്നിധിയിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. കേടായ കണ്ണുകളെ ദൈവം നന്നാക്കട്ടെ. ദൈവത്തിന് വല നന്നാക്കാൻ അറിയും. വല തുന്നിയത് അവനാണെങ്കിൽ അത് നന്നാക്കാനും അവനറിയും. എത്രമാത്രം റിപ്പയർ ചെയ്താലും നന്നാകാത്ത ഭാഗങ്ങൾ കാണും. ചിലപ്പോൾ ദൈവത്തിന്റെ നോട്ടത്തിൽ കട്ട് ചെയ്യേണ്ടതുണ്ട്. ഒരു വ്യക്തിയുടെ ജീവിതത്തിലും അതുപോലെ, വ്യക്തി ജീവിതത്തിലും അതുപോലെ നന്നാക്കേണ്ടതൊക്കെ അവൻ നന്നാക്കും. ഇവിടെ ഇരിക്കുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ ഇതാ: ദൈവമേ, നീ ഇറങ്ങി വന്ന് വല നെയ്യണം, നീ വല നന്നാക്കണം, അല്ലെങ്കിൽ ഞാൻ ആ വലയിൽ കുടുങ്ങിപ്പോവും. അതായത് മത്സ്യം കുടുങ്ങുന്ന വലയിൽ മനുഷ്യൻ കുടുങ്ങിയാൽ പ്രശ്നമാണ്. വലക്കാർ വലയിടുമ്പോൾ ചില പ്രത്യേക സമയത്ത് മൃതശരീരങ്ങളും മറ്റും വന്ന് കുടുങ്ങാറുണ്ട്. എന്നാൽ അത് കുടുങ്ങിയല്ലോ എന്ന് പറഞ്ഞുള്ള സന്തോഷമല്ല, ഭയമാവുള്ളത്. മുക്കുവന്മാർ വലയിടുമ്പോൾ ചില പ്രത്യേകമായ ജീവജാലങ്ങൾ അതിൻ്റെ അകത്ത് കുടുങ്ങിയാൽ, കടൽ ജീവികൾ കുടുങ്ങിയാൽ ആ വലയ്ക്ക് ദൂഷ്യമാണ്. ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ മീനെ ഉദ്ദേശിച്ച് വലയെറി. ഇന്നത്തെ പല ഇളക്കൻ ആത്മീയതകളുടെയും പ്രത്യേകതയായിട്ട് നിങ്ങൾ ഓർത്തുകൊള്ളണം. ഭയങ്കരമായിട്ട് ഇളക്കും, മനുഷ്യന് വല എറിയാൻ പ്രേരിതരാക്കും. പക്ഷേ കുടുങ്ങുന്നത് പലപ്പോഴും വിഷമുള്ള കടൽ പാമ്പുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജീവജാലങ്ങളോ ഈ വലയെ നശിപ്പിക്കുന്ന ഘടകങ്ങളോ ആണ്. ഓർത്തഡോക്സി, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ ഓർത്തഡോക്സ് ധ്യാനത്തിലൂടെ ഒരിക്കലും പെട്ടെന്ന് വേണ്ടാത്ത രീതിയിൽ വലയെറിയാൻ പ്രേരിപ്പിക്കത്തില്ല. അതായത് വ്യർത്ഥമായി വലയെറിഞ്ഞ് വിഷജീവികളും വേണ്ടാത്തതായ കടൽ ജീവികളും കുടുങ്ങുന്നതിനേക്കാളും, ഉപദ്രവം ഉണ്ടാക്കുന്ന ജീവജാലങ്ങൾ കുടുങ്ങുന്നതിനേക്കാളും നല്ലത് ആ ഭാഗത്ത് വലയെറിയാതിരിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ വലയെറിയുമ്പോൾ കുറച്ച് ഊപ്പകൾ മാത്രമേ കിട്ടിയെന്ന് വരത്തുള്ളൂ. ആ ഊപ്പകൾക്ക് പോലും മൂല്യമുണ്ട്. ഒരുപക്ഷെ ഒരു നേരം കൂട്ടാൻ വയ്ക്കാനുള്ള മീനുകൾ മാത്രമേ കിട്ടിയെന്ന് വരത്തുള്ളൂ. ധ്യാനാനുഭവത്തിന്റെ ഒരു പ്രത്യേകതയാണ്. നിനക്കത് മതി, ആ കൂട്ടാൻ വയ്ക്കാനുള്ളത് മതി. മറ്റൊരുത്തൻ വല ഭയങ്കരമായ ഭാരം വഹിച്ചുകൊണ്ട് കരയിൽ വന്ന് അത് പ്രയോജനമില്ലാത്തതായി പോകുന്നു എന്നുള്ളതിനേക്കാളും നല്ലതിതാണ്. അതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ് എൻ്റെ ആരാധന, എൻ്റെ ധ്യാനാനുഭവം, എൻ്റെ പ്രാർത്ഥനാനുഭവം. ദൈവമേ, ഇത് വല എറിയുന്നതിനേക്കാൾ മുമ്പ് വല നന്നാക്കുന്നതാകാൻ പഠിപ്പിക്കുന്നതാകട്ടെ. പിതാക്കന്മാർ നമ്മളെ ഘട്ടം ഘട്ടമായി പഠിപ്പിച്ചുകൊണ്ട് വരുന്ന ഇതാ. ചില ആൾക്കാരുണ്ട്, പെട്ടെന്ന് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചാടി വീഴുന്നത്. പഠിക്കാതെ ചില മേഖലകളിൽ ഇടപെടുന്നത് ബുദ്ധിമുട്ടാണ്. മൂക്കാതെ പഴുക്കുന്നതൊക്കെ പുളിപ്പുള്ളതാണ്. മൂത്ത് പഴുക്കണം, ഞെക്കി പഴുപ്പിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ ധ്യാനാനുഭവവും പ്രാർത്ഥനയുടെയും പ്രത്യേകത അതാണ്. അത് മൂത്ത് പഴുത്ത ഫലത്തിൻ്റെ ഗന്ധമുള്ള ധ്യാനാനുഭവമാണ്, പ്രാർത്ഥനാനുഭവമാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. സമയത്തിൻ്റെ ചുരുക്കം കൊണ്ട് ഓർത്തഡോക്സ് ധ്യാനാനുഭവത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയും ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളതാണ്. ഓർത്തഡോക്സ് ധ്യാനാനുഭവത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ക്ലോസ്ഡ് എൻഡ് അല്ല, ഓപ്പൺ എൻഡ്.
നീ എത്ര യാത്ര ചെയ്താലും, പഠിക്കുമ്പോൾ പറയാറുണ്ട്, യാത്ര ചെയ്യുമ്പോൾ പറയാറുണ്ട്, ഒരതിർത്തി എത്തിക്കഴിഞ്ഞാൽ മനുഷ്യനൊരു മടുപ്പുണ്ടാകും. ഡെസ്റ്റിനേഷൻ സിക്നെസ് എന്ന് മനഃശാസ്ത്രജ്ഞന്മാർ പറയും. ഡെസ്റ്റിനേഷൻ സിക്നെസ് എന്ന് വെച്ചാൽ ഇനി എനിക്കൊന്നും ചെയ്യാനില്ല, എൻ്റെ പ്രായത്തിൽ ഞാനിതൊക്കെ ചെയ്തു കഴിഞ്ഞു, മാക്സിമം ചെയ്തു കഴിഞ്ഞു, പിന്നെ എല്ലാത്തിൽ നിന്നും വിഡ്രോവലിസം. ഓർത്തഡോക്സ് ധ്യാനാനുഭവത്തിൻ്റെ പ്രത്യേകത അവിടെ ഡെസ്റ്റിനേഷൻ സിക്നെസ് ഇല്ല. ക്രിസ്തു എന്ന തലയോളം നീ വളരുക എന്ന പൗലോസിന്റെ വ്യാഖ്യാനമാണ് അതിൻ്റെ പൂർണ്ണത. ക്രിസ്തു എന്ന തലയോളം നീ വളരാനുള്ളത് കൊണ്ട് നീ പ്രാർത്ഥിച്ചതൊന്നും കൂടുതലല്ല, നീ ചെയ്ത നന്മയൊന്നും കൂടുതലല്ല, നീ പ്രവർത്തിച്ചതൊന്നും കൂടുതലല്ല. നമ്മൾ തന്നെ ഓർക്കുമോ, എന്നെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്താൽ മതി, ഇനി ബാക്കിയുള്ളവരുണ്ടല്ലോ അവരോട് ചെയ്യട്ടെ, ഞാൻ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചു കൂടിപ്പോയാൽ പലരും പറയുന്നതാ, പെട്ടെന്ന് പ്രാർത്ഥിക്കാത്തവരും അത്ര നല്ലതായിട്ട് ജീവിക്കാൻ താല്പര്യമില്ലാത്തവരും പറയുന്ന ഒരു കാര്യമുണ്ട്, അധികമായാൽ അമൃതം വിഷം. അതായത് കോണ്ടസ്റ്റിൽ നിന്ന് മാറി വ്യർത്ഥമായിട്ട് പറയും, നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ടത് വ്യർത്ഥമായിട്ട് പറയും. അധികമായാൽ അമൃതം വിഷമെന്നാണ് ലോകം പറയുന്നത്. പക്ഷെ നമ്മുടെ ധ്യാനത്തെക്കുറിച്ച് നമ്മുടെ പിതാക്കന്മാർ പറയുന്നത് അതിനൊരു എക്സസീവ്നെസ് ഇല്ല, അധികം എന്ന് പറയുന്ന അനുഭവമില്ല. നീ എത്രമാത്രം വളർന്നാലും പിന്നെയും ഉൾക്കൊള്ളുവാനുള്ള സ്ഥലം പിന്നെയും കിടക്കുന്നതേ ഉള്ളൂ, ചെയ്ത് തീർക്കാനുള്ള അനുഭവങ്ങൾ പിന്നെയും കിടക്കുന്നതേ ഉള്ളൂ. അതിനൊരു അന്തമില്ല, അതൊരു എവർലാസ്റ്റിംഗ് പ്രോസസ്സാണ്, ഗ്രോയിങ് പ്രോസസ്സാണ്. ഈ ഗ്രോയിങ് പ്രോസസ്സിന്റെ ഭാഗമായിട്ടാണ് മാറേണ്ടത്. ഓർത്തഡോക്സ് ധ്യാനാനുഭവത്തിന്റെ പ്രത്യേകത ഇതാണ്, എത്ര പ്രാർത്ഥിച്ചാലും അത് അധികമല്ല, എത്ര നന്മ ചെയ്താലും അത് അധികമല്ല. ഒത്തിരി ഉറങ്ങിയ പ്രശ്നമാണെന്ന് നമ്മൾ പറയും, ഒത്തിരി തിന്നാ പ്രശ്നമാണെന്ന് പറയും, ഒത്തിരി സംസാരിച്ചാലും പ്രശ്നമാണെന്ന് പറയും, പഠിച്ചാലും പ്രശ്നമാണെന്ന് പറയും. എല്ലാം ലോകം ഇതിനെക്കുറിച്ചെല്ലാം പറയുന്നത് അതെല്ലാം പ്രശ്നങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭക്ഷണമാണേലും ജലമാണേലും പാനീയമാണേലും കൊള്ളാം, എന്താണേലും കൊള്ളാം, അതിനൊക്കെ ഒരു മടുപ്പിന്റെ അനുഭവമുണ്ട്. പക്ഷെ ഈ സത്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന് എത്രമാത്രം തുടർന്നാലും പിന്നെയും പോകാനുള്ള ഒരു വഴിയൂടെ കാണിച്ചു തരാനുണ്ട്. നമുക്ക് ജീവിതത്തെക്കുറിച്ച്, മറ്റുള്ളവരുടെ ഉപദേശപ്രകാരമുള്ള പഠനങ്ങളെക്കുറിച്ച് അതിനൊക്കെ ഒരു അന്തമുണ്ടെങ്കിൽ ഈ ധ്യാനം ഇവിടെങ്ങും തീരുന്നില്ല. അത് ക്രിസ്തു എന്ന തലയോളം വളരാനുണ്ട്. നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് തോന്നുക, ഞാൻ ക്രിസ്തുവിനോളമായി, ക്രിസ്തു എന്ന തലയോളമായി എന്ന് നമ്മളങ്ങ് വിശ്വസിക്കുകയാണെങ്കിൽ അതവിടെ തീരുകയാണ്. നമ്മൾക്ക് ആർക്ക് വിശ്വസിക്കാൻ പറ്റും? ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഒരു വ്യക്തി പോലും ക്രിസ്തു എന്ന തലയോളം എത്തിയിട്ടില്ല. വളർന്നുകൊണ്ടിരിക്കുകയാണ്, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കണ്ടുപിടുത്തങ്ങളിൽ പല രീതിയിൽ അരിച്ചെടുത്ത് ഏറ്റവും ചെറിയ കണങ്ങൾ കണ്ടെത്താൻ പറ്റും. റേഡിയം പോലെയുള്ള കണങ്ങൾ അനേകം എക്സ്ട്രാക്ഷനിലൂടെ വേർതിരിച്ചെടുക്കാൻ പറ്റും. പക്ഷെ ഈ ആത്മീയത, ഈ ധ്യാനാനുഭവം അരിച്ചെടുക്കാൻ ഒരു വ്യക്തിക്കും പറ്റത്തില്ല. എത്രമാത്രം വേണേലും അരിക്കലിന്റെ അനുഭവങ്ങൾ വേണേൽ നടത്താൻ പറ്റും, അരിക്കാൻ വേണേ ശ്രമിക്കാം. പക്ഷെ ഏത് അരിപ്പ കൊണ്ട് അരിച്ചാലും ഇത് നിന്റെ അരിപ്പയിൽ കുടുങ്ങത്തില്ല, അതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. നമുക്കൊരു കാര്യമാണ് ചെയ്യാനുള്ളത്. വിശുദ്ധനായ ഇഗ്നാത്തിയോസ് പഠിപ്പിക്കുന്നത് പോലെ, ഒറക്കിൾസിൽ പഠിപ്പിക്കുന്നത് പോലെ, കർത്താവ് ക്രൂശ് ചുമന്നുകൊണ്ടുപോയി, അനേകം പേര് കരഞ്ഞുകൊണ്ടുപോയി, കൂടെ പോയി. കരഞ്ഞുകൊണ്ട് കൂടെ പോയവരെ യേശു നോക്കി സ്നേഹസാന്ദ്രമായി വിമർശിക്കുന്നുണ്ട്. കർത്താവിന്റെ ക്രൂസിന്റെ പിന്നാലെ പോയപ്പോൾ കർത്താവ് ക്രൂസ് എടുത്തതിനെ കുറിച്ച് ദുഃഖിക്കാനാണ് അവർക്ക് തോന്നിയത്. ഇന്ന് നമ്മളുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലെ അതിനെക്കുറിച്ച് പിതാവ് ലഘുവായിട്ട് പറഞ്ഞ കാര്യം, ഇഗ്നാത്തിയോസ് പറഞ്ഞ കാര്യം,
കർത്താവിൻ്റെ ക്രൂസിൻ്റെ പുറകെ പോയ സ്ത്രീകൾക്ക് ദുഃഖിച്ച് കരഞ്ഞ് വിലാപത്തിൻ്റെതായ അനുഭവം സൃഷ്ടിക്കേണ്ട അനുഭവം വരികയാണ് ചെയ്തത്. ആ വ്യർത്ഥമായ വിലാപത്തെയാണ് കർത്താവ് ശാസിച്ചത്. പക്ഷെ അവർക്ക് വേണ്ടിയിരുന്നത് അതല്ല. കർത്താവ് ക്രൂസ് എടുത്തുകൊണ്ടുപോയ, അവൻ ചവിട്ടി കടന്നുപോയ ആ പാതകളെയും അവൻ്റെ പാദങ്ങൾ ഇത്രയും അവിടേക്ക് പതിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ചുമാണ് അവർ ചിന്തിക്കേണ്ടത്. ബസേലിയോസ് അവിടെ നിർത്തുകയാണ്. കർത്താവ് ക്രൂസ് എടുത്തുകൊണ്ട് മലയുടെ മുകളിലേക്ക് പോയെന്നോർത്ത് അതിനെക്കുറിച്ച് അയ്യോപത്തോന്ന് കരയുന്നതിന് പകരം ആ പതിഞ്ഞ പാദങ്ങളും അവിടെവിടെയായി ചൊരിഞ്ഞു വീണ രക്തത്തുള്ളികളും അതിൻ്റെ മൂല്യം ഉൾക്കൊള്ളുക എന്നുള്ളതാണ് നമുക്കിന്ന് വേണ്ടത്. നമ്മുടെ ഓർത്തഡോക്സിയുടെ ധ്യാനം പഠിപ്പിക്കുന്നതാണ്. എല്ലാ പ്രാർത്ഥനയിലും ഓർത്തേച്ചാൽ മതി. ക്രൂസിൻ്റെ അനുഭവങ്ങൾ ഓർക്കുമ്പോൾ അയ്യോ എൻ്റെ കർത്താവ് വേദനിച്ചല്ലോ എന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. അവൻ ശേഷിപ്പിച്ചിട്ട് പോയ ആ കാൽപാദങ്ങൾ ഇപ്പോഴുമുണ്ട്. ആ രക്തത്തുള്ളികൾ ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. ആ സ്വരങ്ങൾ ഇപ്പോഴും കിടപ്പുണ്ട്. അത് മൈക്രോസ്കോപ്പ് കൊണ്ട് കണ്ടെത്താനുള്ളതല്ല. ഏറ്റവും അതിശക്തമായ പശ്ചാത്താപത്തിൻ്റെതായ, നിലവിളിയുടേതായ, കണ്ണുനീരിൻ്റെതായ ഒരു മൈക്രോസ്കോപ്പ് കൊണ്ട്, ഹൃദയവിശുദ്ധിയുടേതായ മൈക്രോസ്കോപ്പ് കൊണ്ട് അവയൊന്ന് വിലയിരുത്തണം, ഒന്ന് ഇവാലുവേറ്റ് ചെയ്യണം. വീണ്ടും ഓർക്കേണ്ട കാര്യം, ക്രൂസ് എടുത്തുകൊണ്ടുപോയ കർത്താവ് ആ പാതയോരങ്ങളിൽ പതിപ്പിച്ചതായ കാൽപ്പാടുകൾ നമ്മുടെ ഹൃദയങ്ങളിൽ പതിപ്പിക്കുക എന്നുള്ളത് ഇന്നത്തെ ഭാഗമാണ്. ആ ചൊരിഞ്ഞതായ രക്തത്തുള്ളികൾ നമ്മുടെ ധ്യാന ചിന്തകളായും നമ്മുടെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുന്ന അനുഭവമായും മാറുമ്പോൾ നമ്മുടെ ധ്യാനം പൂർണ്ണതയാണ്. യഥാർത്ഥത്തിൽ സ്ഥിരമായി ദീർഘമായി ധ്യാനിക്കുന്ന മനീഷിമാർ, വിശുദ്ധന്മാർ കണ്ടിരുന്നത് അതാ. കാരണം ആ ക്രൂസിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഒരു ധ്യാനത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ കർത്താവ് ക്രൂസ് വഹിച്ചുകൊണ്ട് ഗോകുൽത്തായുടെ മുകളിലെത്തിയ ആ പ്രദേശത്തേക്കുള്ള ഒരു യാത്രയാണ്. ആ അവിടം വരെ എത്തിച്ചേരാൻ, ആ ചുമന്നുകൊണ്ടുപോയ ക്രൂസിൻ്റെ പാഠം പഠിക്കാൻ എനിക്ക് ഇത്രയും സമയം വേണം, ഇത്രയും സാഹചര്യങ്ങൾ വേണം. തീർച്ചയായിട്ടും അത് വളരെ പെട്ടെന്ന് പഠിക്കുന്നവൻ കുറച്ച് പ്രാർത്ഥിച്ചാൽ മതി. അല്ല, പശ്ചാത്താപത്തോട് ഓർക്കുക, ദൈവമേ ഞാനിത് പഠിച്ചില്ല, ഇനിയും എനിക്ക് പ്രാർത്ഥന ആവശ്യമാണ്, സ്ഥിരമായ പ്രാർത്ഥന ആവശ്യമാണ്, കണ്ണുനീരോടെയുള്ള പ്രാർത്ഥന ആവശ്യമാണ്. അത് പരിപൂർണമായിട്ട് ഉൾക്കൊണ്ട് രൂപാന്തരത്തിലേക്ക് നയിക്കുവാനുള്ള ഒരു വെളിച്ചമായിട്ട്, ശക്തിയായിട്ട് നമ്മുടെ ധ്യാനം, നമ്മുടെ വിശ്വാസം ആയിത്തീരട്ടെ എന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഒരു അത്ഭുതം തേടുന്നതിനേക്കാളുപരി നമ്മുടെ ഓർത്തഡോക്സി, പ്രത്യേകിച്ച് നമ്മുടെ വിശ്വാസം പഠിക്കാനുള്ള ആ അനുഭവത്തിന് ദൈവം കൂടുതൽ ശക്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.